ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അപ്പൊ നമ്മൾ ഇന്ന് ദീക്ഷ അനുഷ്ഠാനത്തിലെ പഞ്ചസംസ്കാരം നമ്മൾ ഇന്നലെ കണ്ട ഗുരുപാദുക സ്തോത്രം അല്ലെ, അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇന്നലെ ഗുരുപൂർണിമ എന്താണ്, പൂർണിമ എന്താണ്, ഗുരു എന്താണ്, എല്ലാം നമ്മൾ കണ്ടു. ഇന്നിപ്പോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ അടുത്ത ശ്ലോകങ്ങളിലേക്ക് കയറുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ, ഒരു ദേവി ഉപാസകർ അല്ലെങ്കിൽ ശാക്തേയ ഉപാസകൻ എന്നുള്ള ഉപാസകർ എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ശ്ലോകങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒരു വ്യക്തി ആധ്യാത്മിക തലത്തില് ഒരു ഗുരുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ അയാള് ആധ്യാത്മികതയിലെ അനാഥനാണെന്ന് തന്നെ പറയാം. ഇപ്പൊ ഭൗതിക ജീവിതത്തിൽ അച്ഛൻ അമ്മ ഇല്ലാത്തവരെ നമ്മൾ അനാഥരെന്ന് പറയും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഗുരു കടാക്ഷമില്ലാത്ത വ്യക്തിയും അനാഥനാണ് എന്ന് പറയപ്പെടുന്നു. ഒരു ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ ആ ഗുരുവിന് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം തന്നെ ശിഷ്യനും ലഭിക്കും എന്നുള്ളതാണ്. അതവിടെ ഒരു വ്യക്തിയല്ല, ആ ഒരു ഗുരു പരമ്പര എന്ന് പറഞ്ഞ അനേകായിരം ഗുരുക്കന്മാര് ഈ പറയുന്ന ഇമ്മീഡിയറ്റ് ഗുരുവിന് പുറകിലായിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഏറ്റവും ഉത്തമ ഉദാഹരണം നോക്കുകയാണെങ്കിൽ പത്മപാദരുടെ കഥ നമുക്കറിയാം. ആദിശങ്കര ഭഗവത് പാദർ ഒരിക്കല് സൗവർണിക നദി കടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ശിഷ്യൻ പത്മപാദർ തന്നെ കൂടി കൊണ്ടുപോകണം എന്ന് ഇക്കരെ നിന്ന് വിളിച്ചു പറഞ്ഞു. അത് മാത്രമല്ല, പത്മപാദരുടെ ആ ഒരു പ്രത്യേകത ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കണമെന്നും അദ്ദേഹത്തിന് ശങ്കരാചാര്യ സ്വാമിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ എന്ത് ചെയ്തു, ഇത് ശങ്കരാചാര്യ സ്വാമികൾ നദിയുടെ അക്കരെ ചെന്നിട്ട് ഇദ്ദേഹത്തോട് വരാൻ ആവശ്യപ്പെടുകയാണ്, നദി കടന്നു വരാൻ ആവശ്യപ്പെടുകയാണ്. യാതൊരു സംശയമില്ലാതെ ഗുരു വിളിച്ച ഉടനെ തന്നെ ജലത്തിന് മുകളിലൂടെ അദ്ദേഹം തന്റെ കാൽച്ചുവടുകൾ വെച്ചുവെന്നും ഓരോ കാൽച്ചുവടിനടിയിലും ഓരോ താമരപ്പൂക്കൾ അദ്ദേഹത്തിനെ താങ്ങിയെന്നും അങ്ങനെ ഗുരുകൃപ പൂർണ്ണമായിട്ട് ലഭിച്ച അദ്ദേഹത്തെ പിന്നീട് പത്മപാദർ എന്നറിയപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് കഥകൾ അറിയാം. ഗുരുകൃപ എന്ന് പറയുന്നത് പുരാണത്തിൽ 3 വിധമായിട്ടാണ് പറയുന്നത്. 3 തരത്തിലുള്ള അനുഗ്രഹങ്ങൾ. 1 കർമ്മസിദ്ധി, 2 കൃപാസിദ്ധി, 3 സാധനാസിദ്ധി. ഇവയാണ് ആ 3 സിദ്ധികള്. അപ്പൊ ആധ്യാത്മിക തലത്തിൽ ലഭിക്കുന്ന പൂർണ്ണത ഇവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും തരംതിരിക്കപ്പെടുന്നത്. അപ്പോ തനിക്ക് കിട്ടുന്ന ജപ പാരായണ കർമ്മങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് ചെയ്യാൻ, അത് തീവ്രതയോടെ പൂർത്തീകരിക്കുക അല്ലെ. നമുക്കൊരു നിശ്ചിത കാലയളവിനുള്ളിൽ ഇതെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ സാധനാ സിദ്ധി എന്ന് പറയുന്നത്. ജപങ്ങളിലൂടെയുള്ള പൂർണ്ണത. ഇനി എന്താണ് കർമ്മസിദ്ധി? കഴിഞ്ഞ ജന്മങ്ങളിൽ ധാരാളം പുണ്യകർമ്മങ്ങള് ദാനങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തി ഈ ജന്മത്തിൽ കഴിഞ്ഞതിന്റെ തുടർച്ചയായിട്ട് വളരെ പെട്ടെന്ന് സാധനകള് പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പൊ ഗുരുക്കന്മാര് തന്നെ പറയാറുണ്ട് അല്ലെ, കഴിഞ്ഞ ജന്മം പൂർത്തീകരിച്ചൊന്നും ഇനി ഈ ജന്മം ചെയ്യണ്ടെന്ന്. അങ്ങനെ ഒരുപാട് എക്സംഷൻസ് കൊടുക്കും ആ വ്യക്തിക്ക്. അങ്ങനെ അവര് വളരെ പെട്ടെന്ന് തന്നെ ഈ ജന്മത്തില് തന്റെ സാധനകള് പൂർത്തീകരിക്കും. ഇത് കൃപാസിദ്ധി. ആരുടെ കൃപയാണ്? ഗുരുവിന്റെ കൃപ. അതിലൂടെ ഏത് കൃപയാ വന്നു ചേർന്നത്? ഈശ്വര കൃപ. അപ്പൊ ഈ ജന്മം ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നല്ല ഒരു സിദ്ധനായ സദ്ഗുരു ഈ വ്യക്തിക്ക് ആത്മീയ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചാൽ മതി, അത് നടക്കും. അപ്പൊ ഇങ്ങനെ 3 തരത്തിലാണ് ആധ്യാത്മികതയിൽ ഉയരുന്നത്. ഈ 3 മാർഗത്തിൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് കൃപാസിദ്ധിയാണ്. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം. എനിക്കൊരു 1000 രൂപ വേണം ഇല്ലേ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പൊ എന്റെ അച്ഛനമ്മമാർ എനിക്കത് സൂക്ഷിച്ചു വച്ചിരിക്കണം അല്ലെ, അത് കർമ്മസിദ്ധി. എന്റെ അച്ഛനമ്മമാർ എന്നോട് സ്നേഹമുണ്ട്, എനിക്ക് ആ രൂപ ബാങ്കിലിട്ട് അല്ലെങ്കിൽ എനിക്ക് അത്രയും തരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അവർ ചെലവാക്കാതെ സൂക്ഷിച്ചു വെച്ച് എനിക്കത് കിട്ടുകയാണെങ്കിൽ, ആ ഒരു ഹെറിഡിറ്ററി ഇതിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതെന്താ? കർമ്മസിദ്ധി എന്ന് പറയാം. അപ്പോ അച്ഛനമ്മമാര് തന്നതല്ലേ, അപ്പൊ അത് കർമ്മസിദ്ധി. ഇല്ലെങ്കിൽ ഞാനത് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കണം, അതാണ് സാധനാസിദ്ധി. എന്റെ കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്ത് ഒരു ജോലിക്ക് പോയി നിത്യ അനുഷ്ഠാനങ്ങൾക്കുള്ള പൈസയൊക്കെ മാറ്റിവെച്ച് കുറച്ച് രൂപ സ്വരുക്കൂട്ടി ഞാൻ ഇത്രയും രൂപ ഉണ്ടാക്കണം, അത് എന്റെ സാധനയിലൂടെ എനിക്ക് കിട്ടുന്ന സിദ്ധി. ഇത് ഭൗതികമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ആരെങ്കിലും എനിക്ക് ഇനിയിപ്പോ കുറച്ച് രൂപ വെറുതെ തരണം അല്ലെ, എന്നെ കണ്ടു എന്റെ അടുത്ത് സ്നേഹം തോന്നി ഇത് ഇരിക്കട്ടെ എന്ന് പറയണം, ഇതിനെയാണ് നമ്മൾ കൃപാസിദ്ധി എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഉയർന്നത് എന്ന് പറയുന്നത് ഒരു ഗുരുവിന്റെ അനുഗ്രഹത്തിലൂടെ അദ്ദേഹം നേടിയത് നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നതാണ്. നന്നായിട്ട് വരട്ടെ, നീ ചെയ്യുന്ന നന്നായിട്ട് വരും എന്നൊറ്റ വാക്ക് മതി. അത് ഗുരുവിന്റെ അല്ല, അത് ഗുരു പരമ്പരയുടെ ഈശ്വരന്റെ വാക്കാണ്. നമ്മൾ അത്രയും നന്നായിട്ട്
എന്താ പറയുക, സാധനാ മാർഗത്തിൽ പോവുകയും നിശബ്ദമായിട്ട് തന്റെ കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യും. വീണ്ടും വീണ്ടും അവരെ ഓർമ്മിപ്പിക്കാതെ അവരവരുടെ സാധനാ പദ്ധതികൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഗുരുവിന്റെ ഉള്ളിൽ നിന്ന് ഈശ്വരനാണ് അത് പറയിക്കുന്നത്. നന്നായിട്ട് വരട്ടെ, നീ ചെയ്യുന്ന നല്ല കർമ്മമാണ്, നിനക്ക് അതുകൊണ്ട് അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് ആ അനുഗ്രഹം കിട്ടും. ഇതാണ് ഗുരു കൃപ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ആധ്യാത്മിക തലത്തിൽ ഉയരാൻ, ഇപ്പൊ ഒരു ഗുരു സമക്ഷം എത്താൻ നമുക്കത് സഹായിക്കും. ഇനി ദീക്ഷ കൊണ്ട് ഗുരു 5 കാര്യങ്ങൾ ശിഷ്യന് നൽകുന്നു എന്ന് പറയുന്നു. ഇതാണ് ദീക്ഷ, അല്ലെ? ദീയതേ ക്ഷീയതേ. അതിനെയാണ് പഞ്ചസംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പൊ മാതാപിതാക്കളോട് ബന്ധം ഒരു ജനനം, അതുകൊണ്ടാണ് നമുക്ക് മാതാപിതാക്കന്മാരോടുള്ള ബന്ധം കിട്ടുന്നത്, ശരീരം കൊണ്ട്. ഇനി ഗുരുവിനോടാണെങ്കിലോ, ഗുരുവിനോടുള്ള ബന്ധം ജന്മാന്തര ബന്ധങ്ങളാണ്, ജന്മാന്തരം ഉണ്ടായതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ വരാൻ യാതൊരു വഴിയില്ല. അപ്പൊ അനേക ജന്മങ്ങളിലായിട്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കണക്ട് ചെയ്താണ് ഈ ജന്മത്തിൽ ഗുരുവായിട്ട് വരുന്നത്. ഇപ്പൊ നമുക്കറിയാം, ലീലാശുകൻ എന്ന ശ്രീകൃഷ്ണ കർണാമൃതം എന്ന ആ ഒരു പുസ്തകം രചയിതാവ് തന്റെ പൂർവാശ്രമത്തിലെ ഒരു വേശ്യ സ്ത്രീയിൽ അമിത ഭ്രമം വച്ചിരുന്നു. തന്റെ പിതാവ് മരിച്ചു കിടക്കണു. അന്ത്യക്രിയകൾ ചെയ്യാതെ പെരുമഴയത്ത് അദ്ദേഹം മരത്തടിയിൽ കയറി ഒരു അതിൽ തൂങ്ങിക്കിടന്ന് ആ ഒരു അവളുടെ ഗൃഹത്തിലെത്തുകയാണ് അർദ്ധരാത്രിയില്. കതക് തുറന്ന സ്ത്രീ എന്താ പറയുക, ഈശ്വര, ഇത് അങ്ങേക്ക് ഈശ്വരനെ ലഭിക്കാനാണ് അങ്ങ് ഇത്രയും സാഹസപ്പെട്ടെങ്കിൽ അത് ലഭിക്കേണ്ട സമയമായി. ഇത് അങ്ങയുടെ മുൻജന്മം, അതായത് അദ്ദേഹത്തിന്റെ അനേക ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളാണല്ലോ ഇങ്ങനെ ഒരു ഇതിൽ തോന്നാൻ കാരണം. ഒരു സ്ത്രീയിൽ അഭിനിവേശം കൊണ്ടിട്ട് എന്നെ പോലെ നശിച്ചു പോകുന്ന ഒരു ശരീരത്തിൽ അങ്ങേ സ്നേഹം വച്ചിട്ട് ഈ പാതിരാത്രിയിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നല്ലോ, ഇത് ഈശ്വരന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ അങ്ങക്ക് എന്തായിരിക്കും കിട്ടേണ്ടത്, ലഭിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ എന്താ പറയാ, ആ അദ്ദേഹത്തിന് വന്ന മാറ്റം, അല്ലേ? അത് എന്താ, പൂർവ്വജന്മത്തിൽ ഒരുപാട് കർമ്മങ്ങള്, സത്കർമ്മങ്ങൾ ചെയ്തു, അതിന്റെ കൂടെ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലമാണ് ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നാൻ കാരണം. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം പൂർണ്ണമായിട്ട് ആധ്യാത്മികത്തിലേക്ക് തിരിഞ്ഞ് ഈശ്വരധാമം പോകിയത്. അപ്പൊ നമുക്ക് എത്ര നല്ല കർമ്മങ്ങളും മോശം കർമ്മങ്ങളും ചെയ്താലും നല്ല കർമ്മങ്ങളുടെ ഫലം ഈശ്വരനിലേക്ക് ഏതെങ്കിലും ഒരു സമയം നമുക്ക് ഗുരുവിനെ കിട്ടി അങ്ങോട്ട് തിരിയാൻ സാധിക്കും. മോശം കർമ്മങ്ങളുടെ ഫലവും നമുക്ക് ശരി, അതിനാണ് പ്രാരാബ്ധം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം, അല്ലെ? ഒരു ഗുരുവിന്റെ ശിഷ്യനെ ജന്മങ്ങളിലൂടെ ഒരു ഗുരു തന്റെ ശിഷ്യനെ ജന്മങ്ങളിലൂടെ സഞ്ചരിച്ച് ആ പാദത്തിൽ എത്തിക്കുക ചെയ്യുന്നത്. അപ്പൊ ദീക്ഷയിലൂടെ മന്ത്രം 30 മുക്കോടി ദേവകള്, അതായത് ആ ഒരു സാക്ഷി നിർത്തിയിട്ടാണ് മന്ത്രത്തെ സ്വീകരിക്കുന്നത്. ഒരു ദീക്ഷ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു കർമ്മമല്ലത്. കാരണം ഏത് ദേവത, പ്രത്യേകിച്ച് ഈ ശ്രീവിദ്യാ മന്ത്രം എന്ന് ചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണദേവതമാരവിടെ സാന്നിധ്യമാണ് ആ സമയത്ത്, പ്രത്യേകിച്ച് ഗുരുപൂർണിമ ദിവസം. അപ്പൊ ആ ഒരു അവരെ എല്ലാം സാക്ഷി നിർത്തി ഗുരു പരമ്പരയുടെ അനുഗ്രഹത്തോടു കൂടി ഈ വ്യക്തിയെ കൂടെ ഞാൻ ഇതിൽ ചേർത്തോട്ടെ, അല്ലെ? നമ്മൾ ചോദിക്കാറുണ്ട് പലപ്പോഴും, ഈ എന്താ പറയുക, വിവാഹ സമയത്ത് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ, വിവാഹം കഴിക്കട്ടെ എന്നൊക്കെ ക്രിസ്ത്യൻ സമ്പ്രദായത്തിൽ ചോദിക്കാറുണ്ട്, അല്ലെ? അതുപോലെ ഗുരു എന്താ ചെയ്യുന്നത്, ആ ശിഷ്യൻ നല്ലപോലെ പഠിച്ച് 2-3 വർഷം ഇദ്ദേഹം നന്നായിട്ട് സാധന ചെയ്യും. ഇന്നത്തെ കാലത്ത് അതൊന്നും സാധ്യമല്ല. നമ്മൾ വരുന്നു, മന്ത്രം കൊടുക്കുന്നു, അവരത് കൊണ്ടുപോയി എന്താണ് ചെയ്യുന്നത്? അത് യാതൊരു വിധത്തിലുള്ള അതിനോടുള്ള ഒരു മന്ത്രസിദ്ധി പോലും കിട്ടുന്ന രീതിയിൽ അവരിന്നത്തെ ശിഷ്യര് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖപൂർണമായിട്ടുള്ള ഒരു സത്യമാണത്. അപ്പൊ നമ്മൾ ഇത്രയും ചതുഷ്ഷഷ്ടി കോടി യോഗിനികൾ എന്ന് പറയുമ്പം ശ്രീവിദ്യാ മന്ത്രത്തിന് അമ്മയുടെ ഹോൾ, എന്താ പറയാ, അമ്മയുടെ സഭാതലം മുഴുവനും സാക്ഷിയായിട്ടിരിക്കുക. ആ പഞ്ചപ്രേത മഞ്ചത്തിലിരിക്കുന്ന അമ്മയോട് ചോദിക്കുകയാണ് ഗുരു, കൊടുക്കട്ടെ അമ്മേ, അമ്മയുടെ മന്ത്രം അമ്മേ അവർക്ക് കൊടുക്കട്ടെ. അപ്പൊ യോഗ്യത ഇല്ലാത്ത ഒരാൾക്കാണ് അത് കൊടുക്കുന്നെങ്കിൽ ആ അമ്മയുടെ ശാപം ആർക്കാ കിട്ടുന്നത്? ഗുരുവിന് തന്നെയാ കിട്ടുന്നത്. കാരണം അവരെ നല്ലവണ്ണം പരീക്ഷിച്ച് അവരതിന് യോഗ്യതയുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ ഒരുപാട് ശിക്ഷകൾ ഗുരുക്കന്മാർ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എന്താ പറയുക, ഈ കലിയുഗത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ദുഃഖത്തോടു കൂടി. ഒരു വൃത്തിയാക്കാത്ത പാത്രങ്ങളിലാണ് മന്ത്രങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. അത് എന്താ പറയാ, അത് പരമ്പരയ്ക്ക് വിരുദ്ധമാണ്, ചെയ്യാൻ പാടില്ല. അത് അറിവ് വന്ന് നമ്മളത് എന്താ പറയാ, ഗുരുക്കന്മാര് അങ്ങനെയുള്ളവർക്ക് മന്ത്രം കൊടുക്കാതിരിക്കുക, അങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്തതിന് നമുക്ക് പ്രായശ്ചിത്തം ഒന്നുമില്ല, അറിയാതെ ചെയ്തു പോയി. എന്താ ചെയ്യുന്നത്? ഇതിന് സാക്ഷി ആരാ? ഈ പ്രപഞ്ചമാണ് സാക്ഷി. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മൾ അവരുടെ മുമ്പില് തെറ്റും ശരിയും അവർക്കറിയാം. നമുക്ക് മനുഷ്യരെ മാത്രമേ പറ്റിക്കാൻ സാധിക്കുള്ളൂ, ഇല്ല, ഈശ്വരനെ പറ്റിക്കാൻ സാധിക്കില്ല. ഒരു ദേവതയെ മന്ത്രം സ്വീകരിച്ച്, പ്രത്യേകിച്ച് ഗുരുമന്ത്രത്തിലൂടെ സ്വീകരിക്കുമ്പോ എന്താ ചെയ്യുക? അമ്മയെ ആനയിച്ചു കൊണ്ടുവന്ന് ഹൃദയത്തിനകത്ത് ഇരുത്തുകയാണ്.
മന്ത്രദേവതയെ എപ്പോഴെല്ലാം ആ മന്ത്രം ജപിക്കുന്നോ ദേവത അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ഉള്ളില് അരൂപമായിട്ട്, അല്ലെ? നമ്മുടെ എനർജി ഫോമില് നമ്മൾ പറഞ്ഞില്ലേ, കുണ്ടലിനി രൂപത്തില് അമ്മ അവിടെ ഉണ്ട്. ആ അമ്മയ്ക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ വീണ്ടും വീണ്ടും വേറെ പലതും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര നിന്നയാണ് ആ ശ്രീവിദ്യ ഉപാസനയില് നമ്മൾ ആ ശ്രീവിദ്യ എന്ന് പറയുന്ന ദേവിയോട് ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ അതിന് എത്രത്തോളം അതിന് എന്താ പറയാ കെട്ടപ്പെട്ടുകൊണ്ട് ആ അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് 24 മണിക്കൂറും അമ്മയുടെ ജപം, തപം, പൂജ, ആ പരമ്പര നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അവിടെയുള്ള മറ്റു ദേവതമാർക്ക് സന്തോഷമാവുള്ളൂ. അല്ലെ? അമ്മ ഒന്നും പറയില്ലായിരിക്കും. മറ്റു ദേവതാമാരുടെ ശാപം നമുക്ക് വന്നു ചേരും. ഉറപ്പാണത്. ചെയ്യാതിരിക്കുന്നവർ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ശ്രീവിദ്യാ മന്ത്രമൊന്നും അതുകൊണ്ടാണ് അതിനെ റേസേഴ്സ് എഡ്ജ്. വേണ്ടിയവർ മാത്രം എടുക്കുക, വേണ്ടാത്തവർ അത് ഉപേക്ഷിക്കുക. കാരണം അത് നന്നായിട്ട് കൊണ്ട് നടന്നില്ലെങ്കിൽ ഇത് മുക്തിയാണ് നമുക്ക് അവസാനം തരുന്നത്. അതൊന്നും നിസ്സാര കാര്യമല്ല. ഗുരുപരമ്പരയുടെ ശാപം കിട്ടും, ഗുരുക്കന്മാരുടെ ശാപം, യോഗിനികളുടെ ശാപം, അവസാനം ഈ പറഞ്ഞ മന്ത്രദേവത നമ്മളെ വിട്ടുപോകാൻ കാരണവുമാകും. അപ്പൊ നമ്മള് മന്ത്രം സ്വീകരിക്കുമ്പോൾ നമുക്ക് സാക്ഷികളുണ്ട്, അല്ലെ? ആ ദേവതയെ മാത്രം സദാ ചിന്തിച്ച് തന്റെ ആ ഒരു നെറ്റിയിൽ കുങ്കുമം വെച്ച്, അല്ലെ? സദാ മന്ത്രജപത്തിലൂടെ ആ ദേവതയുടെ ദാസ്യത്തില്, ആ ഒരു ദാസ്യഭാവത്തിൽ ഉള്ളിലോട്ട് പോകണം, അല്ലെ? ശുദ്ധമായിട്ടിരിക്കുന്ന ആഹാരങ്ങള്, പുറത്തേക്ക് നല്ല വാക്കുകള്, ഇതൊക്കെ ആചരിക്കണം. ഇതൊക്കെ ഒരു നിഷ്ഠയാണ്. അപ്പൊ അങ്ങനെയുള്ള ശിഷ്യനെ ദീക്ഷാ ഗുരു, സാക്ഷാൽ ഗുരു, അതിനെയാണ് ഗുരു കാരുണ്യം എന്ന് പറയുന്നത്. ഒരു ഏറ്റവും ഉയർന്ന പരമഗുരുവായിട്ട് നമ്മള് സ്വഗുരു, പരമഗുരു, പരമേഷ്ടി ഗുരു, നമ്മൾ ഓരോ തലത്തിലോട്ട് ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ശിഷ്യനാണ് ശരിക്കും ദീക്ഷാഗുരു പടിപ്പടിയായിട്ട് ഉയർത്തി തന്റെ സ്വഗുരു സ്ഥാനം കൊടുത്ത പരമഗുരു, പരമേഷ്ടി ഗുരു, പരാത്പര ഗുരു, ആ പരാത്പരമായിരിക്കുന്ന ദേവിയുടെ പാദങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദി ഗുരുവായിരിക്കുന്ന ദക്ഷിണാമൂർത്തിയുടെ സവിധത്തിലേക്കാണ് ഈ ഗുരുപരമ്പര നമ്മളെ ഓരോരുത്തരെയും എത്തിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇത് ഒരു ഉയർന്ന സാധനാ തലാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം, ഗുരു ആരാണ്? എവിടെയാണ് നമ്മുടെ ഇന്നർ ഗുരു? നമ്മൾ പറഞ്ഞു ഇന്നലെ നമ്മുടെ ഇന്നർ ഫ്രണ്ട് ആണ്, അല്ലെ? ആ ഗുരു നമുക്ക് എന്താ പറയാ, ഈ ഒരു എന്താ പറയാ ശ്രീവിദ്യ ഉപാസനയിൽ മാത്രമല്ല, ശാക്തേയ ഉപാസനയില് ഗുരു എവിടെയാണ് ഇരിക്കുന്നത്? ഗുരു എവിടെയാണ് ഇരിക്കണമെന്ന് ചോദിച്ചാല് സഹസ്രാര പത്മത്തില് അന്തരാത്മാവിന് ഉപരിയായിട്ടാണ് ശ്രീ ഗുരുവിന്റെ സ്ഥാനം. ഇത് തന്ത്രശാസ്ത്രം വളരെ വ്യക്തമായിട്ട്, കങ്കാളമാലിനി എന്ന് പറയുന്ന തന്ത്രശാസ്ത്ര ബുക്കിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സഹസ്രാര പത്മത്തില് അന്തരാത്മാവിന് ഉപരിയായിട്ടാണ് ശ്രീ ഗുരുവിന്റെ സ്ഥാനം. അപ്പൊ എത്ര ഉയർന്നതാണെന്ന് ചിന്തിക്കേണ്ടതാണ്. അന്തരാത്മാവിനും ഉപരി, അല്ലെ? ഉത്തമാംഗം ശിരസാണ്. ഇത് തന്നെയാണ് ബിന്ദുസ്ഥാനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ മസ്തിഷ്കത്തിന്റെ പൂർണ്ണകലാ ഭാഗമാകുന്ന സഹസ്രാര പത്മത്തില് അധോമുഖമായിട്ടിരിക്കുന്ന അഷ്ടദള മധ്യത്തിലെ കർണികയില് ഊർധ്വമുഖമായിട്ടുള്ള ദ്വാദശാർണവ പത്മത്തില് ഒരു സുവർണ സിംഹാസനത്തില് ഹംസമിഥുനങ്ങള്. എങ്ങനെയാ ഗുരുവിന്റെ രൂപം? അതിനാണ് ഹംസത്തിന് ഇത്രയും പ്രാധാന്യം. ഹംസമിഥുന സ്വരൂപമായിട്ട് ആണ് ശ്രീ ഗുരുവിന്റെ സ്ഥിതി. അപ്പൊ ഇത് പാതുക പഞ്ചകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഗുരുവിന്റെ സിംഹാസനത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാല് ഹംസപീഠം. അപ്പൊ ഗുരു എന്താ പറയാ, ആ സഹസ്രാര പത്മത്തില് ആ ദ്വാദശാന്ത പത്മത്തിലാണ് ഇരിക്കുന്നത്. ആ പീഠത്തിന്റെ പേര് ഹംസപീഠം എന്നാണ്. ഇത് ബോധമണ്ഡലത്തിൽ തന്നെയാണ്. അപ്പൊ ആചാര്യസ്വാമികളും ഈ പറഞ്ഞ അഭിനവ ഗുപ്താചാര്യരും മറ്റും ഹംസപീഠത്തെ പറയുന്നതാണ് ശ്രീപീഠം എന്ന്, ശ്രീ യോഗപീഠം എന്നൊക്കെയാണ് അതിനെ പരാമർശിക്കുന്നത്. ഇപ്പൊ ബിന്ദുസ്ഥാനം അല്ലെങ്കിൽ മഹാനാദസ്ഥാനം എന്നീ പേരുകളിലാണ് ഈ യോഗ ശാസ്ത്രം ഹംസപീഠത്തെ അവതരിപ്പിക്കുന്നത്. ഇവിടെ വായുവിന് ചലനമില്ല, ഇവിടെ വായുവില്ല, പഞ്ചേന്ദ്രിയങ്ങളില്ല, പഞ്ചഭൂതങ്ങളില്ല, ഒന്നുമില്ല. എന്നാൽ ഗുണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിന് ഉപരിയായിട്ടാണ് പരമവ്യോമസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതിനുള്ളില് ശംഖിനി എന്നുള്ള നാഡിയും അധോമുഖമായിട്ട് 1000 ഇതകളുള്ള താമരയും അതിനു ചുറ്റും അകാരം മുതല് ലകാരം വരെയുള്ള വെള്ളി നിറത്തിലുള്ള അക്ഷരങ്ങൾ. അപ്പൊ 20 പ്രാവശ്യം വീതം ക്ഷണനേരം കൊണ്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ദളത്തിനുള്ളിൽ സദാ അമൃതം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് വർഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അകാരം മുതൽ ലകാരം വരെയുള്ള വെള്ളി നിറത്തിലുള്ള അക്ഷരങ്ങൾ, അതായത് നമ്മുടെ ഈ ശരീരത്തിലെ ആധാര ചക്രങ്ങളിലുള്ള എല്ലാ അക്ഷരങ്ങളും സഹസ്രാര പത്മത്തിലുണ്ട്. 20 അക്ഷരങ്ങളും 20 പ്രാവശ്യം വീതം ഓരോ ക്ഷണനേരത്തിൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് നമുക്ക് സംസാരിക്കാനൊക്കെ സാധിക്കുന്നത് തന്നെ. അപ്പൊ ഇതിൽ നിന്നാണ് ഈ അമൃതം വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഈ
എന്താ പറയാ, സഹസ്രാര പത്മം എപ്പോഴും നനവോട് കൂടിയിരിക്കണം എന്നൊക്കെ പറയാൻ കാരണം ഇതാണ്. ഇതിലൊരു ശീതെളിമയുള്ള പൂർണ്ണ ചന്ദ്രൻ വിലസുന്നു. അപ്പൊ അതിൽ പൂർണ്ണ പ്രകാശിതമായിരിക്കുന്ന അകഥാ ത്രികോണം, ആ കഥ അല്ലെ, അത് നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നതല്ല, പറയാൻ പറ്റില്ല. അതൊരു പ്രത്യേക തരത്തിലുള്ള ത്രികോണമാണ് അത്. അതിന്റെ മധ്യത്തില് അത് 3 അക്ഷരങ്ങൾ, അതിന്റെ 3 കോണുകളില് അകാരം, കകാരം, ധകാരം എന്ന് പറയുന്ന ത്രികോണത്തിനെയാണ് അകഥാ ത്രികോണം എന്ന് പറയുന്നത്. അതിന്റെ മധ്യത്തിലായിട്ട് മഹാശൂന്യ സ്ഥാനം. ഇപ്പൊ കൗള സാധകന്മാരും യോഗികളും ഈശ്വരന്മാരും എല്ലാം ഈ വിശ്രാന്ത അവസ്ഥ അല്ലെങ്കിൽ വിശ്രാന്തി എന്ന് പറയുന്ന സ്ഥാനമാണ്, ആ അവസ്ഥ പ്രാപിക്കുന്നത് ഈ മഹാശൂന്യ സ്ഥലത്താണ്. അപ്പൊ ഈ ശരീരത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഇരിക്കുന്ന ഉത്തമാംഗമായിരിക്കുന്ന ശിരസില് ആ ഒരു എന്താ പറയാ, ആ സഹസ്രാരത്തില് മഹാശൂന്യ സ്ഥാനം. അപ്പൊ നമ്മുടെ എല്ലാ യോഗികൾക്കും നമ്മൾ എന്താ പറയുന്ന പരമമായിരിക്കുന്ന വിശ്രാന്തി സ്ഥാനത്തിൽ ലയിച്ചു. ഇതിനെയാണ് നമ്മൾ നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. സവികൽപ്പം എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് നമുക്ക് തിരിച്ച് നമ്മുടെ ശരീരബോധത്തിലേക്ക് വരും സവികൽപ്പം. ഇപ്പൊ നിർവികൽപ്പ സമാധിയിൽ വർഷങ്ങളോളം ഇരിക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് പരകായ പ്രവേശ സമയത്തൊക്കെ എങ്ങനെയാണ് നമ്മൾ പരകായ വേറൊരു ജീവനിലോട്ട് പ്രവേശിച്ച കാര്യങ്ങൾ എന്താ, ശങ്കരാചാര്യ സ്വാമികളൊക്കെ അത് ചെയ്തിരുന്നു. ശരീരത്തെ നിശ്ചലാവസ്ഥയിലാക്കിക്കൊണ്ട് അതിനെ ഗുഹയിൽ ഉപേക്ഷിച്ച് ഈ പരമ വ്യോമസ്ഥാനത്ത് വന്നിട്ട് തന്റെ ജീവനെ അവിടെ വെച്ച് വേറൊരു ശരീരത്തിൽ കയറിയിട്ട് തിരിച്ച് നമ്മുടെ ബിന്ദു സ്ഥാനം വഴി അവര് കയറാറുണ്ട്. അപ്പൊ ഈ മഹാശൂന്യ സ്ഥലം, അതിനെയാണ് നമ്മൾ മുക്തിതലം എന്ന് പറയുന്നത്. ഇപ്പൊ ചന്ദ്രന്റെ ആ ഒരു 16 ഷോഡശ കല വിരാജിക്കുന്ന സ്ഥലമാണിത്. ഇപ്പൊ മിന്നൽ കൊടിയുടെ പ്രഭാവം ഇവിടെയുള്ള കർണികയിലാണ്. ഇപ്പൊ പരമഹംസ സ്ഥാനം, നമ്മള് ഗുരുവിനെ എന്താ പരമഹംസ എന്നാണ് പറയുന്നത് അല്ലെ, ഹംസ ശിവസോഹം. അപ്പൊ ഈ പരമഹംസ സ്ഥാനം ഇവിടെയാണ്. ഇവിടെ ശുക്ല നിറത്തിൽ, അതായത് വെളുത്ത നിറത്തിലുള്ള ഒരു വെളുത്ത താമരയുണ്ട്. സദാ ആനന്ദ അതിരേകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗുരു വിരാജിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഈ ഗുരുവിനെ നമ്മള് പരമാത്മൻ, ബ്രഹ്മൻ, പരശിവൻ എന്നൊക്കെയാണ് തന്ത്രശാസ്ത്രത്തിൽ വിളിക്കുന്നത്. അപ്പൊ ഈ ഗുരുവിന്റെ കാരുണ്യ കല തന്നെയാണ് നമ്മൾ നിർവാണ കല എന്ന് പറയുന്നത്. ഈ ഗുരുവിന്റെ കാരുണ്യം ഇല്ലാതെ നമുക്ക് ഒരിക്കലും നിർവാണാഷ്ടകത്തിൽ പറയുന്നുണ്ട് അല്ലെ, ശിവ കേവലോഹം, ഞാൻ ശിവബോധമാണ്, ശിവതത്വമാണ് എന്നൊക്കെ നമുക്കൊരു ബോധം ഉള്ളിൽ വരണമെങ്കിൽ എന്താ വേണ്ടേ, ഈ ഗുരുവിന്റെ കാരുണ്യം വേണം. കാരണം ഈ നിർവാണ കലയാണ് ഈ ഗുരു. ഇതിന് താഴെയായിട്ട് നിബോധിക എന്ന് പറയുന്ന ഒരു അഗ്നിരൂപമുണ്ട് അവ്യക്തമായിട്ട്. അപ്പൊ ഒരു ദാതാവായിട്ട് നിലകൊള്ളുന്നു. അതാണ് ഈ പറഞ്ഞ എന്താ നിബോധിക. ഇതാണ് പരാബിന്ദു സ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പൊ ശിവയോഗികൾ ഈ സ്ഥാനത്തെ ശിവസ്ഥാനമെന്നും വൈഷ്ണവ യോഗികൾ ഇതിനെ പരമപുരുഷ സ്ഥാനമെന്നും ഈ ഹരിഹര സ്ഥാനം എന്നൊക്കെ പറയാറുണ്ട്. ശാക്തേയര് ഇതിനെ പറയുന്നതാണ് മഹാബിന്ദു. മഹാബിന്ദു അല്ലെ, ദേവി ശിവനും കാമേശ്വരിമാരായിട്ട് ഐക്യത്തോടു കൂടിയിരിക്കുന്ന മഹാബിന്ദു സ്ഥാനം തന്നെയാണ് നമ്മളെ ശ്രീചക്രത്തിലെ ഏറ്റവും ഉയർന്ന ബിന്ദു സ്ഥാനം എന്ന് പറയുന്നത്. അതിനെ മഹാബിന്ദു എന്ന് പറയും അല്ലെ, മഹായോഗ പീഠം എന്ന് പറയും, പഞ്ചബ്രഹ്മാസനം എന്ന് പറയും. എല്ലാം ഈ സ്ഥാനത്തെ തന്നെയാണ് പറയുന്നത്. അപ്പൊ സന്യാസിമാര് പ്രകൃതി പുരുഷ സംയോഗ സ്ഥാനം എന്ന് ഇതിനെ പറയാറുണ്ട്. അപ്പോ എന്താ പറയുക, ഇതിന് ഹരഗൗരീശ സംയോഗ സ്ഥാനം പല പല പേരുകൾ പറയുന്നുണ്ട്. അപ്പൊ ഗുരുവിന്റെ പത്മത്തിന് ദ്വാദശാർണ പത്മം എന്നും അഥവാ ദ്വാദശാന്തം എന്നാണ് പറയുന്നത്. നമ്മൾ പറയാറുണ്ടല്ലേ, ഈ പറഞ്ഞ പഞ്ചഭൂത ക്ഷേത്രങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് മധുര എന്ന് പറയുന്ന സ്ഥലം ദ്വാദശാന്തമാണെന്ന് പറയും. പല ക്ഷേത്രങ്ങളും നമ്മൾ പഞ്ചഭൂതങ്ങളെ ചേർത്ത് പറയുമ്പോൾ ഭൂമി, ജലം, അഗ്നി ഒക്കെ പറയുമ്പോൾ മധുര ക്ഷേത്രം എന്താ പറയുന്നത്, അവിടെ ഭഗവാൻ രജത സഭയിലാണ് ഭഗവാൻ നൃത്തം ചെയ്യുന്നത്. അതിനെ നമ്മൾ ദ്വാദശാന്ത്യ പെരുവഴി എന്നാ പറയുന്നത്. അപ്പൊ ഏറ്റവും ഉയർന്ന സ്ഥലം, ശിവശക്തിയെ ഒരുമിച്ചിരിക്കുന്ന സ്ഥലം, അതാണ് മധുര മീനാക്ഷി എന്ന് പറയുന്ന ആ ഒരു സ്വരൂപത്തിന് ഇത്രയും ഒരു പ്രാധാന്യം തന്ത്രശാസ്ത്രം കൊടുത്തിരിക്കുന്നത്. അപ്പോ നമ്മള് ഇതാണ് നമ്മുടെ എന്താ പറയാ തന്ത്രശാസ്ത്രം അല്ലെങ്കിൽ ശാക്തേയ ഉപാസകര് ഗുരുതത്വത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ദീക്ഷ സ്വീകരിക്കുമ്പോൾ നമ്മള് ഒരുപാട് പേരുടെ എന്താ പറയാ സാക്ഷ്യപത്രം മേടിച്ചിട്ടാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലാതെ നമുക്ക് എന്താ പറയാ ഉപേക്ഷിച്ച് നമ്മൾ എന്തായാലും മുമ്പിലോട്ട് ഇറങ്ങി ഇനി നമുക്ക് പുറകിലോട്ട് വരാൻ പറ്റില്ല. പുറകിലോട്ട് വന്നാൽ അത് വളരെ വളരെ കഠിനമായിരിക്കുന്ന ശാപങ്ങളുടെ ഫലമായിരിക്കും. ശ്രീവിദ്യ ഉപാസനയിൽ എന്താ പറയാ നീക്കുപോക്കില്ല. കാരണം മുമ്പോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. കാരണം ഇനി സ്വീകരിച്ചു കഴിഞ്ഞിട്ട് മന്ത്രം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക?
അനേക ജന്മങ്ങൾ താഴോട്ട് കീഴ്പോട്ട് എങ്ങനെയാണോ നമ്മൾ തലകീഴായിട്ട് താഴോട്ട് പോകുന്നത് അതുപോലെ താഴോട്ട് പോയിട്ട് വേണം ഈ പാപകർമ്മങ്ങളെല്ലാം ക്ഷയിപ്പിച്ചതിന് ശേഷം എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഈ ലളിത ത്രിപുര സുന്ദരി എന്ന് പറയുന്ന മഹാശക്തിയെ നമുക്ക് ഉപാസ്യ ദേവതയായിട്ട് കിട്ടൂ. അതൊരു നിസ്സാര കാര്യമല്ല. കലിയുഗത്തില് ഇന്ന് എന്താ പറയാ വളരെ നിസാരമായിട്ട് ഈ മന്ത്രങ്ങൾ കിട്ടുന്നതുകൊണ്ട് മന്ത്രത്തിന്റെ പ്രാധാന്യം ആർക്കും അറിയില്ല. കാരണം ശ്രീചക്രം യന്ത്രരാജനെന്നും ശ്രീവിദ്യ മന്ത്രരാജനെന്നും ഒക്കെ പറയുന്നെങ്കിലും അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രാധാന്യം ഒരു എന്താ പറയുക സാധകരും അത് ഉൾക്കൊണ്ടവർക്കറിയാം. അവർ അത്രയും പെട്ടെന്ന് ആ ജീവിതത്തിൽ തന്റെ അന്ത്യത്തിന് മുമ്പേ തന്നെ അവര് കാര്യങ്ങളെല്ലാം എല്ലാ കർമ്മങ്ങളും ചെയ്ത് പൂർത്തീകരിക്കാൻ ശ്രമിക്കും. അതിന് യാതൊരു ഇമ്പോർട്ടൻസും മനസ്സിലാക്കാത്തവരാണ് അത് കിട്ടിയിട്ടും യാതൊരു എന്താ പറയാ അതിൽ ഒരു കർമ്മങ്ങളും ചെയ്യാതെ വെറുതെ മന്ത്രജപം ജപിച്ചു പോവുക. കാരണം ഇതിന്റെ ദ്വാദശാന്ത്യത്തില് ഈ ഗുരു കൃപ കിട്ടണമെങ്കിൽ നമ്മൾ സഞ്ചരിക്കണം ഉയരത്തിലേക്ക്, അല്ലേ? താഴെ തന്നെ നിന്നാൽ എങ്ങനെയാ നമുക്ക് ഗുരു കൃപ കിട്ടുക? ഗുരു ഏറ്റവും ഉച്ചത്തിലായിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ സാധന ചെയ്യുമ്പോഴും ഇതുപോലെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുമ്പോഴും അമ്മയെക്കുറിച്ച് കേൾക്കുമ്പോഴും എല്ലാം നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മൾ പടിയാണ് ഓരോന്ന് കയറി കയറി പോകുന്നത്. ആ പടികൾ നമുക്ക് പുറകോട്ട് പിൻകാല് വെച്ച് പോകാൻ പറ്റില്ല, മുമ്പോട്ട് മാത്രമേ പോകൂ. ഒരിക്കൽ ഈ തീക്കകത്ത് വീണ് കഴിഞ്ഞാല് നമ്മുടെ ആധ്യാത്മിക ആ ഒരു എന്താ പറയാ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ഞാൻ ആര്, ഈശ്വരൻ എന്ത് എന്നൊക്കെ ഉള്ള ചോദ്യത്തിന്റെ ഉത്തരം അന്വേഷിച്ച് പുറപ്പെടുന്ന ഒരു ജീവൻ അത് കിട്ടിയതിന് ശേഷം മാത്രമേ അതിൽ നിന്ന് പിന്മാറാൻ പറ്റുള്ളൂ. പകുതി വെച്ചിട്ടിട്ട് പോയാൽ എന്താ പറ്റുക? നമ്മൾ വീണ്ടും അവിടെ വെച്ച് തുടങ്ങേണ്ടി വരും ഇനി അനേക ജന്മങ്ങളിൽ. അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം ഈ ഗുരുപാദക സ്തോത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്താ അതിനെ ചുമ്മാ കേട്ട് കളയേണ്ട സ്തോത്രങ്ങളൊന്നും അല്ല ഇത്. കാരണം നമ്മൾ ക്ഷമാപണമാണെങ്കിലും ദേവി ക്ഷമാപണം, നമുക്ക് വന്നിട്ടുള്ള വീഴ്ചകള് നമ്മൾ ഗുരുവിന്റെ കാലില് കുനിഞ്ഞ് നമ്മൾ നമസ്കരിക്കുമ്പോൾ എങ്ങനെയാണോ എല്ലാം സമർപ്പിക്കപ്പെടുന്നത് അതുപോലെ അമ്മയുടെ മുമ്പിൽ നമ്മുടെ അപരാധങ്ങളെല്ലാം പറഞ്ഞ്, അല്ലേ? അത് ഗതിസ്ത്വം അമ്മയല്ലാതെ എനിക്ക് വേറെ ഗതിയില്ല, തെറ്റുകുറ്റങ്ങളെ ക്ഷമിച്ചുകൊണ്ട് മുമ്പോട്ട് എന്നെ കൈപിടിച്ച് നടത്തണേ. ഈ ഒരു പ്രാർത്ഥനയായിരിക്കണം ഓരോ സാധകനും ഉണ്ടാവേണ്ടത്. എങ്കിൽ മാത്രമേ ഈ പറയുന്ന ഉപാസനാ മാർഗം എന്ന് പറയുന്നത് മുള്ളു നിറഞ്ഞ വഴിയാണ്, ബെഡ് ഓഫ് റോസസ് അല്ല. വളരെ ബുദ്ധിമുട്ടാണ്. ചുമ്മാ ശ്രീചക്രമൊക്കെ വെച്ച് പൂജിക്കുക എന്ന് പറയുന്ന നിസ്സാര കാര്യമൊന്നുമല്ല. അതിന് അനുഗ്രഹശക്തിയും നിഗ്രഹശക്തിയും ഉണ്ടെന്ന് നമ്മൾ അറിയണം. അത് ഒരുമാതിരി കളി പോലെ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതും നമുക്കൊരു പ്രാധാന്യം തരില്ല. അതാരാണ്? ഈ പ്രപഞ്ച മാതാവാണ് അതിലിരിക്കുന്നത്. ആ മാതാവാണ് മന്ത്രരൂപത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മളൊരു ചെറിയ സ്ഥലത്തിന്റെ ഉടമസ്ഥരല്ല. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന അനേക കോടി ബ്രഹ്മാണ്ട കോടി നായികയായിരിക്കുന്ന ഒരാളിനെയാണ്, നിസ്സാര ഒരു വ്യക്തിയൊന്നും അല്ല കൂടെ വന്നിരിക്കുന്നത്. അപ്പൊ എത്രയാണോ ആ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻസ്, എത്രയാണോ അമ്മയ്ക്ക് എത്ര പൂജിച്ചാലും മതി വരാതെ, അമ്മ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് പ്രകൃതിയായിരിക്കുന്ന ശരീരമായിരിക്കുന്ന മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ആയിരിക്കുന്ന ദേവിയെ നമ്മൾ എന്ന് വീണ് 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 നമസ്കരിക്കണം. നമുക്ക് ഈ മഹാഭാഗ്യം തന്നതിന്, അല്ലേ? ഗുരുപൂർണിമ വന്നു ഇല്ലെങ്കിൽ നമ്മൾ മഹാനവമി വന്നു, അമ്മയുടെ ഓരോ ഫെസ്റ്റിവൽസ് എന്തിനാ? അമ്മയെ ഓർമ്മിക്കാനാണ്, നമ്മുടെ ഗുരുപരമ്പരയെ ഓർമ്മിക്കാനാണ്. അപ്പൊ ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവനവന്റെ വീടുകളിൽ ഇരുന്ന് അവനവൻ ഇതൊന്നും ചെയ്യേണ്ട കർമ്മങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റീസണേ അല്ല. അറിയണം. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റിവെക്കണം. നമുക്ക് ലോക കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച് വിടണം ഇനി. ഇതൊക്കെ ഓരോ പ്രധാനപ്പെട്ട ഒരു പരമ്പര നിർദ്ദേശിച്ചിരിക്കുന്ന ശിവരാത്രി, ഗുരുപൂർണിമ, മഹാനവമി, ഇതൊന്നും എനിക്കറിയില്ല. വന്നിട്ട് 5-6 വർഷമേ ആയുള്ളൂ. ഇതൊന്നും അറിയില്ല. നമ്മളൊക്കെ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ടാ മുമ്പോട്ട് പോകുന്നത്. എന്നാലും നമുക്കിതൊക്കെ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ? കയ്യിൽ കിട്ടിയത് വെറുതെ വെച്ചിട്ട് പോവാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടണമെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത്, ശ്രീവിദ്യ ഉപാസന ഒരു സാധാരണ ഉപാസനയല്ല. പ്രത്യേകിച്ച് ദേവിയെ അങ്ങനെ ആ ഒരു കൃത്യമായിരിക്കുന്ന വഴി കൂടെ തന്നെ സഞ്ചരിച്ച് ആ പൂർണ്ണദീക്ഷയിൽ നമ്മൾ എത്തിച്ചേർന്നതിന് ശേഷം പിന്നെ അവനവന്റെ ഇഷ്ടത്തിന് ഏത് രീതിയിൽ ആരാധിച്ചാലും ദേവി അത് സ്വീകരിക്കും. അതുവരെ സ്കൂളിൽ പഠിക്കുന്ന നിഷ്ഠയോടുകൂടി കൃത്യമായിരിക്കുന്ന ഡിസിപ്ലിനോട് കൂടി തന്നെ നമ്മൾ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഇത് ഗുരുവിന്റെ സ്ഥാനം നമ്മൾ വ്യക്തമായിട്ട് കണ്ടു, ഇല്ലേ? ആ ഗുരു ദീക്ഷ എന്താണെന്നും കണ്ടു. അപ്പൊ ഇനി നമുക്ക് ഈ ഗുരുപാദുക സ്തോത്രത്തിലേക്ക് കടക്കാം. അപ്പൊ ഗുരുപാദുക സ്തോത്രം, ഈ 9 ശ്ലോകങ്ങളാണ് ഗുരുപാദുക സ്തോത്രത്തിലുള്ളത്. നിങ്ങളുടെ കയ്യിൽ അതിന്റെ പ്രിന്റ് ഔട്ട് ഉണ്ടെങ്കിൽ നോക്കാം. ഇല്ലെങ്കിൽ ആദ്യം നമുക്ക് എല്ലാ ശ്ലോകങ്ങളും ഒന്ന് വായിച്ചിട്ട് ഓരോ ശ്ലോകങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഗുരുപാദുക സ്തോത്രം. അനന്ത സംസാര സമുദ്രതാര നൗകായിതാഭ്യാം ഗുരുഭക്തിദാഭ്യാം
വൈരാഗ്യ സാമ്രാജ്യത പൂജനാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം കവിത്വവാരാശി നിശാകരാഭ്യാം ദൗർഭാഗ്യദാവാം ബുധമാലികാഭ്യാം ദൂരീകൃതാനമ്ര വിപത്തദീഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം നതായയോ ശ്രീപതിതാം സമീയോ കദാചിദപ്യാശു ദരിദ്രവൈദ്യാഃ മൂകാംശ്ച വാചസ്പതിതാം ഹിതാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം നാലീകനീകാശ പദാഹൃദാഭ്യാം നാനാവിമോഹാദി നിവാരികാഭ്യാം നമജ്ജനാഭീഷ്ട തതിപ്രദാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം നൃപാലിമൗലി വ്രജരത്നകാന്തി സരിദ്വിജരാജത് ഛഷകന്യകാഭ്യാം നൃപത്വദാഭ്യാം നതലോകപങ്ക്തേഃ നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം പാപാന്ധകാരാർക്ക പരംപരാഭ്യാം താപത്രയാഹീന്ദ്ര ഖഗേശ്വരാഭ്യാം ജാഡ്യാബ്ദി സംശോഷണവാടവാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം ശമാദിഷട്ക പ്രഭവൈഭവാഭ്യാം സമാധിദാന വ്രതദീക്ഷിതാഭ്യാം രമാധവാംഘ്രി സ്ഥിരഭക്തിദാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം സ്വാർച്ചാപരാണാം അഖിലേഷ്ടദാഭ്യാം സ്വാഹാ സഹായാക്ഷ ദുരന്തരാഭ്യാം സ്വാന്താശ്ച ഭാവ പ്രദപൂജനാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം കാമാദിസർപ്പ വ്രജഗാരുഡാഭ്യാം വിവേകവൈരാഗ്യ നിധിപ്രദാഭ്യാം ബോധപ്രദാഭ്യാം ദ്രുതമോക്ഷദാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം ഇതി ആദിശങ്കര ഭഗവത്പാദ വിരചിതം ഗുരുപാദുക സ്തോത്രം സമ്പൂർണം. ഓം ശ്രീം ഗും ഗുരുഭ്യോ നമഃ. അപ്പോ ആചാര്യ ഭഗവത്പാദരുടെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള 9 ശ്ലോകങ്ങളാണ് നമ്മളിപ്പോ കേട്ടത്. ഗുരുപാദുക സ്തോത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 2 ഗുരുപാദുക സ്തോത്രങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഗുരു അഷ്ടകവും ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന ഗുരുപാദുക സ്തോത്രമാണിത്. അപ്പോ ബുദ്ധ ഭഗവാൻ ഒരു സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരിക്കല്. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുകയായിരുന്നു. ചിലർക്ക് ഉറക്കം വന്നു. അപ്പൊ അതിൽ ഒരാള് തല താഴേക്കിട്ടപ്പോ ബുദ്ധ ഭഗവാൻ ചോദിച്ചു, നിങ്ങള് ഉറങ്ങുകയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ ശിഷ്യൻ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ ഉറങ്ങുന്നില്ല. വീണ്ടും ഉറങ്ങി. അപ്പൊ അത് വീണ്ടും 2ാമത്തെ പ്രാവശ്യം ബുദ്ധ ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുകയാണോ? ഇല്ല എന്ന് പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു, ഇല്ല ഇല്ല. എന്താ, ആർ യു അലൈവ്? നീ ജീവിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അതിനും എന്താ പറയുക, ഉറക്കത്തിലായതുകൊണ്ട് എന്താ ഉത്തരം പറഞ്ഞു? നേരത്തെ പറഞ്ഞ പോലെ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോ ഈ ചോദ്യത്തിൽ എന്താ, നോ നോ എന്ന് പറഞ്ഞാൽ എന്താ, ശരിയായിട്ടുള്ളതാണ് പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിപ്പില്ല അല്ലെ. ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ട് അതിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ അറിയാതെയുള്ള ഉറക്കത്തിലാണ് നമ്മൾ എല്ലാവരും എന്നർത്ഥം. ഇപ്പൊ കേനോപനിഷത്ത് പറയണു, ഈ മനുഷ്യ ജന്മത്തില് താൻ ആര് അല്ലെ, ലക്ഷ്യം എന്ത്, ഹു ആം ഐ എന്നറിഞ്ഞില്ലെങ്കിൽ ഈ ജന്മമേ വ്യർത്ഥമാണ്. വെറുതെ നമുക്ക് എത്ര വലിയൊരു പ്രോസസ്സിലൂടെയാണ് ഈ ഭൂമിയിൽ നമ്മൾ വന്നിരിക്കുന്നത്. ഒരു മനുഷ്യ ശരീരം കിട്ടുക എന്നുണ്ട് എത്ര ജന്മത്തെ അല്ലെ, എത്ര പേരുടെ നമ്മൾ കണ്ടു അഗ്നിവിദ്യ അല്ലെ. ഈ പ്രപഞ്ചം നമുക്ക് എത്രയൊക്കെ ഘടകത്തിലൂടെയാണ് നമുക്ക് ഈ ശരീരം, ഒരു ശിശുവായിട്ട് ഒരു അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് നമ്മള് ഒരു ശരീരം എടുത്ത് പുറത്ത് ബുദ്ധിയോടുകൂടി അല്ലെ, ചിന്തിക്കാനുള്ള കഴിവോടുകൂടി, അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാതെ
നല്ലൊരു മനസ്സ്, ഇന്ദ്രിയങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്ന ഈ ശരീരത്തില് ആ തന്ന ആളിനെ ഓർക്കാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞാല് പാഴ് ജന്മമാണ്. അല്ലെ? മനുഷ്യ ജന്മം വളരെ ദുർലഭമാണ്. അപ്പൊ അതില് ലക്ഷ്യം എന്ത്? ഞാൻ ആരെന്ന് അറിഞ്ഞില്ലെങ്കിൽ ആ ജന്മമേ വ്യർത്ഥമാണെന്നാ പറയുന്നത്. മഹതീ വിനഷ്ടി. അല്ലെ? ഗ്രേറ്റ് ഈസ് ദാറ്റ് ലോസ്. അത് നിനക്ക് പറയാ, അത് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മനുഷ്യ ജന്മം വളരെ ദുർലഭമാണ്. നമ്മളെ പശുക്കളെ പോലെ നമ്മുടെ ശരീരവും ഇവിടെ ഒരു ദിവസം ദഹിപ്പിച്ച് നമ്മളെ ഈ പറഞ്ഞ ആ ഉയർന്ന ഭഗവാൻ ഇരുന്ന നമ്മുടെ ശരീരവും മറ്റുള്ള ജന്തുക്കളിലെ കൂടെ തന്നെ നാളെ ശ്മശാനത്തിൽ കത്തിക്കപ്പെടും. ഒരു പ്രയോജനവും ഈ ശരീരമാകുന്ന ഉപാധി കൊണ്ട് നമുക്ക് ലഭിക്കില്ല. അപ്പൊ ആ ഉപാധിയിൽ ഇരുന്നു കൊണ്ട് ഇവിടെ പഞ്ചഭൂതങ്ങളാണ്. ഓക്കെ, എല്ലാം പോലെ തന്നെയാണ് നമ്മുടെ ശരീരം. പക്ഷെ ഇതിനകത്ത് ഒരു ഉയർന്ന തലമുണ്ട്. അത് നമുക്ക് അറിയാൻ സാധിക്കണം. മൃഗങ്ങൾക്ക് അത് അറിയാൻ പറ്റില്ല. ആ ഈശ്വരൻ എന്ന് പറയുന്ന ആ ബോധവസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അത് അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ നമ്മൾ ജീവിതത്തെ പൂർണ്ണമാക്കുന്നത്? മനുഷ്യ ജന്മം പോലും വളരെ ദുർലഭമാണ്. അപ്പൊ ജീവിതത്തെ പൂർണ്ണമാക്കുന്ന ഒരേ ഒരു ഉപാധിയാണ് ഗുരുപാദുകങ്ങള്. ഗുരുപാദുകങ്ങൾ എന്ന് പറഞ്ഞാൽ സെൽഫ് നോളജ് ആണ് ഗുരുപാദുകം. എന്തിനാ ഗുരുപാദുകം പൂജിക്കുന്നതെന്ന് പറയുന്നത്? ആ സെൽഫിനെ കുറിച്ച്, നമ്മുടെ ആത്മാവിനെ കുറിച്ച്, നമുക്ക് ഉണ്മ നൽകുന്ന ദൃക്കിനെ കുറിച്ചുള്ള ആ ഒരു അറിവാണ് ഗുരുപാദുകം. ആ ഗുരുപാദുകം പൂജിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അതാണ്. അപ്പൊ ഗു എന്ന് പറഞ്ഞാൽ ഡാർക്ക്നെസ് ആണല്ലേ? ഡാർക്ക്നെസ് ഓഫ് ഇഗ്നറൻസ്, അവിദ്യ, അജ്ഞാനം. എത്രയോ തവണ നമ്മൾ ഇത് കേട്ടുകൊണ്ട് പോവുകയാണ് അല്ലെ? രു എന്ന് പറഞ്ഞാലോ അഗ്നി തത്വമാണ് അല്ലെ? പ്രകാശം. ദാറ്റ് ഈസ് സെൽഫ് നോളജ്. ശങ്കര ഭഗവത്പാദര് തന്റെ ഗുരുവിന്റെ മുമ്പില് സാഷ്ടാംഗം പ്രണമിച്ച് അനുഗ്രഹം വാങ്ങുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം തന്റെ ഗുരുവിന്റെ പാദുകങ്ങളെ പൂജിച്ചു. അവസാനം വരെയും അദ്ദേഹത്തിന്റെ സഞ്ചിയില് ഗുരുപാദുകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഗുരുപാദുകങ്ങളുടെ പ്രാധാന്യം? എങ്ങനെയാണ് പാദുക പൂജ നിലവിൽ വന്നത്? പാദുകം എന്നാല് ചെരുപ്പാണോ? നമ്മൾ ഇന്നലെ കുറച്ച് കണ്ടു. അപ്പൊ ഇതില് ഈ പറയുന്ന ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നു, നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. അപ്പൊ പാദുകം എന്നാല് ഒരു ഫുട്വെയർ ആണോ? അല്ലെ? ആ ഒരു ശരിക്കും പറഞ്ഞാല് പാദങ്ങളെ സംരക്ഷിക്കുന്നതാണ് ചെരുപ്പെന്ന് പറയുന്നത്. സാമാന്യ അർത്ഥം പറഞ്ഞാൽ പാദ ത്രായതേ, പാദങ്ങളെ രക്ഷിക്കുന്നത് പാദുകം. പാദ ത്രായതേ ഇത് പാദുകം. അപ്പൊ സാമാന്യ അർത്ഥം അങ്ങനെയാണ്. അപ്പൊ എന്നാൽ ഗുരുപാദുകത്തെ നമ്മൾ നമസ്കരിക്കുന്നത് എന്തിനാണ്? അത് നമ്മൾ അറിയണം അല്ലെ? ഓരോ ശിഷ്യനും ഗുരുപാദുകങ്ങളെ നമോ നമ, നമോ നമ എന്ന് പറയുന്നത് 3 പ്രാവശ്യം പറയുന്നുണ്ട്. നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. അപ്പൊ നമോ നമ എന്ന് പറഞ്ഞാൽ 2 സാധാരണ പാദുകങ്ങൾ അഥവാ ചെരുപ്പുകളെ ശ്രീ എന്ന് പറഞ്ഞില്ല, ശ്രീ ഗുരു എന്നാ പറയുന്നത്. ശ്രീ ഗുരുപാദുകാഭ്യാം. സാധാരണ ഒരു ചെരുപ്പിന് നമ്മൾ ശ്രീ ചെരുപ്പുകൾ എന്ന് പറയുമോ? ഇല്ലല്ലോ. അപ്പൊ ഗുരുവിന്റെ പാദുകങ്ങളെ നമ്മൾ എന്താ പറയുന്നത്? ശ്രീ ഗുരുപാദുകാഭ്യാം. അപ്പൊ ശ്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന നാമമാണ് ശ്രീ അല്ലെ? ശ്രീ ഗുരു, ശ്രീ വിദ്യ അല്ലെ? നമ്മൾ ഈ ശ്രീ ചേർക്കാൻ കാരണം ഏറ്റവും ഓസ്പീഷ്യസ്, ഏറ്റവും ഐശ്വര്യമുള്ളത് എന്നർത്ഥം. അപ്പൊ ശ്രീ എന്ന ഉയർന്ന നാമം കൊണ്ട് സംബോധന ചെയ്യുന്നതാണ് ഈ പാദുകങ്ങള്. അപ്പൊ ശ്രീ ഗുരുപാദുകാഭ്യാം. ശ്രീ എന്നാല് ഐശ്വര്യം, പൂർണ്ണമായിരിക്കുന്ന ഐശ്വര്യം. അപ്പൊ കാലുകള് എന്ന് പറയുന്നത് മൂലാധാര ചക്രത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് അല്ലെ? മനുഷ്യ ശരീരത്തില് അപ്പൊ ഏറ്റവും കൂടുതൽ ആ ഒരു പ്രാണശക്തി ഉള്ളിൽ കടക്കുന്നത് സഹസ്രാരം വഴിയാണ്, പുറത്തേക്ക് പോകുന്നത് പാദം വഴിയാണ് അല്ലെ? നമ്മുടെ ആ ഒരു കേറുന്നത് തിരിച്ച് എക്സിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇൻഹെയിൽ എക്സെയിൽ എന്നൊക്കെ പറയുമ്പോൾ ശ്വാസം കയറുന്നത് വലത്, പോകുന്നത് ഇടത്, ഇങ്ങനെ പറയാറുണ്ട്. അതുപോലെ നമ്മുടെ പ്രാണശക്തി സഹസ്രാര പത്മത്തിലൂടെ ഉള്ളിൽ കയറുകയും നമ്മുടെ പാദങ്ങൾ വഴി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ പ്രാണശക്തി നിൽക്കുന്നത് എവിടെയാണ്? ആ സ്ഥലമാണ് ശിരസും പാദങ്ങളും. അപ്പൊ ശിരസിലെ ഈ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വസ്തുക്കളിൽ പ്രാണോർജം കൂടുതലായിട്ട് വന്നു ചേരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്ഥലങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി, അതിനാണ് നമ്മൾ ഡിവൈൻ, വളരെ ദൈവീകമായിട്ടുള്ള സ്ഥലങ്ങളായിട്ടാണ് കാണുന്നത്. കാലുകള്, ശിരസ് അല്ലെ? ആ ഒരു പ്രത്യേക പരിരക്ഷണം കൊടുക്കാറുണ്ട്. ഈവൻ കൈകള് രണ്ടിലും വളരെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നു. കൈകൾ നമ്മൾ ചുമ്മാ അങ്ങനെ എല്ലാവരുടെ കൈ പിടിക്കാറില്ല അല്ലെ? കൈകളുടെ 2 കൈ ശിവൻ ശക്തിയാണ്. അതിനകത്ത് കൈയുടെ ആ ഉള്ളം കൈയിൽ തന്നെ നമുക്ക് 3 ശക്തികൾ ഇരിക്കുന്നു എന്നാ പറയുന്നത്. നമ്മുടെ വിരലുകള് കർമ്മങ്ങളാണ്, വിരലുകള് പഞ്ചഭൂതങ്ങളാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. കൈപ്പത്തി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ശിരസ്, കാലുകള്, ഇതെല്ലാം തന്നെ വളരെ നമ്മൾ വളരെ ഡിവൈനായിട്ട്, വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളാണ് എന്ന് പറയും.
ആ ഒരു പ്രത്യേക പരിരക്ഷ അതിന് കൊടുക്കാറുണ്ട്. ഈ സ്ഥലങ്ങളിലൂടെ എനർജി വേഗത്തിൽ പ്രസാരണം ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പാദങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ഊർജ പ്രസരണ സ്ഥലമാണ്. ശരീരത്തിലൂടെ ശരീരത്തിലെ. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പാദങ്ങളിൽ ധരിക്കുന്ന പാദുകങ്ങൾക്കാണ്. അല്ലെ, ഇതെന്തുകൊണ്ടാണ് ഈ പാദുകങ്ങൾ ധരിക്കുന്നത്? നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കാൻ. ഈ ഊർജ സ്ഥാനങ്ങള് നമുക്കറിയാം, ഈ പ്ലാനറ്റ് എന്ന് പറയുന്ന ഈ ഭൂമി വളരെ ആകർഷണ വലയത്തിലാണ്. നമുക്ക് ആകർഷണം എങ്ങോട്ടാ എപ്പോഴും പോകുന്നത്? താഴോട്ട്. അല്ലെ, ന്യൂട്ടൺ കണ്ടുപിടിച്ച തിയറി അങ്ങനെയാണ്. ആപ്പിൾ എന്തുകൊണ്ടാണ് മുകളിലോട്ട് പോകാത്ത? താഴോട്ടാണ് ആകർഷണം. അപ്പൊ നമ്മുടെ കാലുകളിൽ നമ്മുടെ ഊർജം നമ്മുടെ ശിരസിലൂടെ വന്ന് നമ്മുടെ പാദങ്ങളിലൂടെ വീണ്ടും ഭൂമിയുടെ അടിയിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ പാദത്തിൽ ചെരുപ്പ് ധരിക്കുമ്പോൾ ഒന്ന് വെളിയിൽ പോകുമ്പോൾ അതിന് പ്രൊട്ടക്ഷൻ, അഴുക്കുകൾ പറ്റാതിരിക്കാൻ. രണ്ട്, പ്രാണോർജം എന്ന് പറയുന്നത് ഭൂമിയിൽ ലയിച്ചു പോവാതെ നമ്മളിൽ തന്നെ നിൽക്കുക. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത് ജപിക്കുമ്പോഴൊക്കെ. നമ്മുടെ ഊർജം ഭൂമിയുടെ അകത്തോട്ട് പോകരുത്. അപ്പൊ ഈ പാദുകങ്ങള് ഏറ്റവും താഴ്ന്ന നിലയിലാണ് കിടക്കുന്നത്, നമ്മുടെ കാലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, അല്ലെ. അപ്പൊ അത് കുനിഞ്ഞ് നമസ്കരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ റെസപ്റ്റീവ് ആവും. കാരണം നമുക്കത് സ്വീകരിക്കാൻ സാധിക്കും. അപ്പോ ആ ഒരു എന്താ പറയാ, സെൽഫ് ഇമ്പോർട്ടൻസ്, ഞാനെന്നുള്ള അഹങ്കാരം അത് കുറയ്ക്കും. അങ്ങനെയാണ് നമ്മൾ നമസ്കരിക്കുക എന്ന് പറയുന്നത്. ഈശ്വര പാദങ്ങളിൽ നമ്മൾ നമസ്കരിക്കുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ പാദങ്ങളിൽ തൊടുമ്പോഴത്തേക്ക് നമുക്ക് പ്രാണോർജം കിട്ടുന്ന മാത്രമല്ല, നമ്മുടെ ആ ശിരസില് നമ്മൾ എന്തൊക്കെയാണ് ഞാനെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ആ ഈഗോ, നമ്മൾ പലതിലും ഞാനെന്ന് വെച്ചിരിക്കുന്നു, തെറ്റായിട്ടുള്ള ധാരണകൾ, അല്ലെ, ആ അന്ധകാരം എല്ലാം നമ്മൾ എവിടെയാ സമർപ്പിക്കുന്നത്? പാദങ്ങളിൽ സമർപ്പിക്കണം. ആ ഗുരുപാദങ്ങള് ഈശ്വര പാദകത്തിന് തന്നെ തുല്യമാണ്. അപ്പൊ അടുത്തതായിട്ട് ഗുരുപാദകങ്ങൾ ഗുരു സഞ്ചരിക്കുന്ന വഴികളെ കാണിച്ചു തരുന്നു എന്ന് പറയുന്നു. ഗുരു കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുക. ആ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നെങ്കിൽ ഗുരുവിന്റെ പാദക നമസ്കാരം ചെയ്യണം. കാരണം ഗുരുപാദക മന്ത്രം രാവിലെ എണീറ്റ് ശിരസിന്റെ മുകളിൽ വെച്ചോണ്ട് ഗുരു പറയുന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? എന്താ രാവിലെ നമ്മള് മൃഗിമുദ്ര പിടിച്ച് ശിരസിന്റെ മേളിൽ ഗുരുപാദക സ്മരണം ചെയ്യുന്നത്? ഗുരു എന്താണോ കാണിച്ചു തരുന്ന വഴി അതിലൂടെ ഞാൻ പോകും. ആ ഉറച്ച തീരുമാനം, ആ സത്യമാണ് ഡെയിലി എടുക്കുന്നത്. ഹംസ ശിവസോഹം എന്നാ പറയുന്നത്. ശിവസോഹം, ഞാൻ ശിവനാണ്. ആ അറിവ് എനിക്ക് കിട്ടുന്നിടം വരെ ഞാൻ ശിവോഹം എന്ന് പറയുന്ന തലത്തിൽ എത്തുന്ന വരെ ഞാൻ എന്റെ ഗുരുവിന്റെ പുറകിൽ സഞ്ചരിക്കും. അല്ലെ, ഗുരു പടിപ്പടിയായിട്ട് ഉയർത്തി ഞാൻ ശിവനാണ്, അല്ലെ, അഹം ബ്രഹ്മാസ്മി തലത്തിൽ എത്തിക്കുന്നവരെ അദ്ദേഹത്തിന്റെ പാത ഞാൻ പിന്തുടരാന്ന് പറയുന്ന ഒരു സത്യമാണ്. രാവിലെ എണീറ്റിട്ട് ഈ ഗുരുമന്ത്രം ജപിക്കുക. എത്ര ഗുരുപരമ്പരയാണ് നമ്മുടെ പിന്നിൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നത്? ഒരു ഗുരു അല്ലത്, അനേക ലക്ഷം കോടിക്കണക്കിന് ഗുരുക്കന്മാർ ഈ പറയുന്ന കാലയളവിലൂടെ എത്ര യുഗങ്ങൾ കടന്നുപോയി. ഈ ശ്രീവിദ്യ എത്ര ഗുരുക്കന്മാര്, കൗളമാർഗത്തിന് എത്ര ഗുരു, സമയമാർഗത്തിൽ എത്ര ഗുരുക്കന്മാര്. ദേവി ഒന്നേ ഉള്ളൂ. ദേവിക്ക് ചുറ്റും ഇരിക്കുന്ന ഗുരുമണ്ഡലം മുഴുവനും ആ ശ്രീവിദ്യ ഉപാസകന്റെ കൂടെ നിൽക്കുകയാണ്. രാവിലെ എണീറ്റ് ഒരു സത്യം ചെയ്യുക, സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുക. അത് ശരിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത്. ഗുരു കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കാം. ഈ ഉറച്ച തീരുമാനം എടുക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ഗുരുവിന് പാദ നമസ്കാരം ചെയ്യാവൂ, ഗുരുപാദകത്തെ നമസ്കരിക്കാവൂ. അതുകൊണ്ട് ഗുരുമന്ത്രം നമ്മൾ ഏറ്റവും അവസാനം കൊടുക്കുന്നത്. അവർ പരമ്പരയിൽ നിൽക്കുമോ, നല്ല കർമ്മങ്ങൾ ചെയ്യുമോ, ആ കർമ്മങ്ങളിൽ അവർക്ക് വിശ്വാസമുണ്ടോ, അല്ലെ ഗുരു നിന്ന ചെയ്യുമോ, ഗുരു പരമ്പര നിർദ്ദേശിച്ചതിന് എഗെയിൻസ്റ്റ് പോവോ, ഇതൊക്കെ ഒരു 5 വർഷം അവർക്ക് ബാലാഗണപതി ജപിച്ചതിന് ശേഷം മാത്രമേ ഈ ഗുരു പാദക മന്ത്രം കൊടുക്കാറുള്ളൂ. അപ്പൊ ഗുരുപാദക നമസ്കാരം കൊണ്ട് എന്താ, ആ ഗുരുവിന്റെ മൂലാധാരത്തിൽ ഉണർന്നിരിക്കുന്ന ഒരു ശക്തിയുടെ പ്രവാഹം അത് പാദങ്ങളിലൂടെ നമസ്കരിക്കുന്ന ശിഷ്യനിലേക്ക് എത്തണം. അവന്റെ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ ഉണർത്തണം. ഈ ഗുരുപാദക സ്തോത്രം എന്ന് പറയുന്നത് വളരെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ 9 തലങ്ങളാണ് 9 ശ്ലോകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, അല്ലെ. നവാവരണ പൂജ, 9 ആവരണങ്ങളാണ് നമുക്ക് അവിടെ എത്തിച്ചേരാനായിട്ട്. ശ്രീചക്രത്തിന് എത്ര ആവരണം ഉള്ളത്? 9 ആവരണം. 4 ശിവത്രികോണങ്ങളും 5 ദേവീ ത്രികോണങ്ങളും, അല്ലെ. ഈ ശിവശക്തി സംയോഗത്തിലെ ശിവത്രികോണങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രീചക്രത്തിൽ നോക്കണമെങ്കിൽ മേളിലോട്ടുള്ള ഊർധ്വ ത്രികോണങ്ങളെല്ലാം എവിടെയാ? മോളിലാ. താഴോട്ടുള്ള ത്രികോണം പ്രകൃതിയായിട്ടിരിക്കുന്ന ത്രികോണം നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന 3 ഡയമെൻഷണൽ മേരു ഉണ്ടാവുന്നു. അപ്പോ ഈ മൂലാധാരത്തിലാണ് ശരിക്കും പറഞ്ഞാല് ഈ കുണ്ടലിനി എന്ന് പറയുന്ന ലളിതാ ത്രിപുര സുന്ദരിയുടെ വാസം. അപ്പൊ ആ ഗുരുവിനെ നമസ്കരിക്കുമ്പോ എന്താ ചെയ്യുന്നത്? ആ ഒരു ഉണർന്നിരിക്കുന്ന ദേവിയുടെ അനുഗ്രഹം, ദേവി അപ്പൊ ഈ നമസ്കരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഗുരുപരമ്പരയെ നമസ്കരിക്കണം. അപ്പൊ ദേവി അതിനൊരു അനുഗ്രഹം കൊടുക്കുകയാണ് ഗുരുരൂപിണിയായിട്ട്, അല്ലെ. ആ അനുഗ്രഹം, ആ പ്രവാഹമാണ് പാദങ്ങളിലൂടെ നമസ്കരിക്കുന്ന ശിഷ്യൻ എത്തുന്നത്. അവന്റെ ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തികളെയൊക്കെ ഉണർത്താൻ അത് പര്യാപ്തമാണ്. ഒരു ഗുരുപാദക സ്തോത്രം, ഈ ഗുരുപാദക സ്തോത്രം ഹംസി എന്ന് പറയുന്ന ഒരു മീറ്ററിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ഗുരുപാദകങ്ങളിൽ ആദ്യത്തേത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ അത്
നമുക്ക് തരുന്ന ഒരു എന്താ പറയുക, ഒരു ക്യാപ്ഷൻ എന്താണ്? വേക്കപ്പ് ടു ദ സെൽഫ്, അല്ലെ? നമ്മൾ ഉണരൂ, നിങ്ങളിലേക്ക് ഉണരൂ, നിങ്ങൾ ആരെന്നറിയൂ. അടുത്തത് എന്താ? സ്പ്രെഡിങ് ദ നോളജ് ടു ദ വേൾഡ്. രണ്ട് പാതകങ്ങളാണ്, ഇല്ലെ? ഇന്നലെ നമ്മളത് കണ്ടു. ഒന്ന്, നിങ്ങൾ ഉണരൂ, നിങ്ങളത് മനസ്സിലാക്കൂ, നിങ്ങൾ ഈ ശരീരം അല്ല. രണ്ട്, ഈ അറിഞ്ഞ തത്വങ്ങൾ, അതാണ് ഗുരുവിന്റെ ജോലി. ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക, അവരെ അതിലോട്ട് കൊണ്ടുപോവുക. അപ്പൊ ഭക്തി, ശരണാഗതി, അല്ലെ? ഗുരുവിന്റെ പാദത്തിൽ ഒരു ശിഷ്യൻ ചെയ്യുന്നത്, ആ ശിഷ്യൻ ചെയ്യുന്നത് അതാണ്. കാരണം സ്വരൂപത്തെ അറിയാനും അനുഭവിക്കാനും അതിലേക്ക് ഉയരാനും ഗുരു കൂടിയേ തീരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു കറക്റ്റ് വഴി കൂടെ എത്തിച്ചേരാൻ പറ്റില്ല. ഇപ്പൊ ഈഗോ സറണ്ടർ എന്ന് പറയുന്ന കർമ്മം, അത് പ്രേമ ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പൊ ചിന്മയാനന്ദ സ്വാമികൾ ഒരു കഥ പറയും. ഒരിക്കല് രണ്ട് പക്ഷികള് ആകാശത്ത് വളരെ ഉയരത്തില് മേഘങ്ങൾക്ക് അപ്പുറം പറന്നു പോവുമായിരുന്നു. അപ്പൊ പെൺപക്ഷി എന്താണ്, ചെറിയ മുട്ടകൾ ഇട്ടു ഈ പോകുന്ന വഴി തന്നെ. അത് വളരെ ഘനം കുറഞ്ഞ മുട്ടയാണ്, അത് അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുകയായിരുന്നു. മുട്ടയ്ക്കകത്ത് കുഞ്ഞ് വളരാൻ തുടങ്ങി. വളരെ പെട്ടെന്നാണ് പക്ഷികളുടെ മുട്ട വിരിയുന്നത്, അല്ലെ? ആ ഒരു വളരാൻ തുടങ്ങി മുട്ടത്തോട്, ആ ഒരു മുട്ട താഴേക്ക് വരാൻ തുടങ്ങി. ആ വിരിയാൻ തുടങ്ങിയപ്പോ അതിന് ഘനം കൂടി. അപ്പൊ പക്ഷിക്കുഞ്ഞുങ്ങൾ തന്റെ കൊക്കുകൾ പതുക്കെ പുറത്തേക്ക് നീട്ടി. അപ്പൊ അമ്മ പക്ഷി അവയോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഒരു ക്യാപ്ഷനാണ്, നമുക്കെല്ലാം ഉള്ള ഒരു ക്യാപ്ഷനാണ്. എന്താ? ഓപ്പൺ യുവർ ഐസ്, ബ്രേക്ക് ദ ഷെൽ, സ്പ്രെഡ് യുവർ വിങ്സ് ആൻഡ് ഫ്ലൈ. കണ്ണു തുറക്കൂ, നിങ്ങളുടെ ആ ഷെല്ലെന്ന് പറഞ്ഞാൽ നിന്റെ ആവരണം പൊട്ടിക്കൂ, നിന്റെ ചിറകുകളെ വിടർത്തി നീ പറന്നുയരൂ. ഇതാണ് അമ്മ കുഞ്ഞു പക്ഷിക്ക് കൊടുത്തത്. അപ്പൊ ഒരു കുഞ്ഞു പക്ഷി എന്ത് ചെയ്തു? അമ്മയ്ക്ക് മറുപടി കൊടുത്തു, ഈ ഷെല്ല്, അതായത് മുട്ടത്തോട് ഞങ്ങൾക്ക് പരിചിതമാണ്, ഞങ്ങൾ എത്ര കാലം ഈ മുട്ടത്തോടിനകത്ത് ഇരിക്കണം, ഞങ്ങൾക്ക് പറക്കാൻ അറിയില്ല അമ്മേ, ഞങ്ങൾ ഇതിനകത്ത് ഇരുന്നോട്ടെ എന്ന് ചോദിക്കണം. അപ്പൊ ആ പക്ഷി പറഞ്ഞു, ഈ ഷെല്ലെന്ന് പറയുന്ന ആവരണം പോയി, നിങ്ങൾ ഈശ്വര സൃഷ്ടികളാണ്, ഈ ഷെല്ല് നിങ്ങൾക്ക് എപ്പോഴും വച്ചേക്കാൻ പറ്റില്ല, ഇത് ഉടഞ്ഞു പോകും, ഇതിന്റെ പുറത്തേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്, ശക്തിപൂർവ്വം നിങ്ങൾ അത് ശ്രമിക്കൂ, തീർച്ചയായിട്ടും സാധിക്കും. കാരണം എന്താ? നിങ്ങളെയും ഈശ്വരനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ വേറൊരു കുഞ്ഞു പക്ഷി പറഞ്ഞു, ഈ ഷെല്ലിന്റെ ഉള്ളിൽ ഞാൻ വളരെ ഒരു കംഫർട്ട് സോൺ, നല്ല സുഖമുണ്ട്, അല്ലെ? ചൂടോടുകൂടി എനിക്കൊരു ആവരണമൊക്കെ ഉണ്ട്, ഞാൻ ഇതിനകത്ത് ഇരുന്നോളാം അമ്മയെന്ന് പറയണം. നല്ല ചൂടും സുഖവും ഒക്കെ ഉണ്ട്, വെളിയില് കാറ്റും ചൂടും ഒക്കെയാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, ഈ കംഫർട്ട് സോൺ വിട്ട് എനിക്ക് വരാൻ ഇഷ്ടമല്ല എന്ന് പറയണ ഒരു കുഞ്ഞ്. അപ്പൊ അമ്മ പക്ഷി പറഞ്ഞു, പുറത്തു വന്നാല് നിനക്ക് അനന്ത വിഹായസിൽ പറക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഷെല്ല് പൊട്ടുമ്പോ നീ താഴെ വീണ് ഈ ഭൂമിയിൽ പതിച്ച് നിന്റെ ജീവന് അപായം വരും. അതുകൊണ്ട് നീ എന്ത് വേണം? താഴെ വീഴുന്നതിന് മുമ്പേ തന്നെ നീ പറക്കാൻ ശ്രമിക്കണം. ഈ ഒരു ചെറിയ തോടിനുള്ളിൽ ഇരിക്കുന്നത് എന്തിനാണ്? നീ അമ്മ പക്ഷി വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോ രണ്ട് കുഞ്ഞുങ്ങൾ കണ്ണു തുറന്നു. അവര് നോക്കി താഴോട്ട്. അവര് അമ്മ പക്ഷിയുടെ ആ ഒരു കരുണയുള്ള മിഴികൾ കണ്ടു. ഒരമ്മ പറയുന്ന എന്തിനാ? മക്കളെ രക്ഷിക്കാനാണ്, അല്ലെ? ഒരമ്മയ്ക്ക് മാത്രമേ അങ്ങനെ തോന്നുള്ളൂ. അവര് അമ്മയുടെ ആ ഒരു കണ്ണുകൾ കണ്ടു. അവര് താഴേക്ക് നോക്കി, ഭൂമിയിൽ പതിക്കാറായി. അവര് പെട്ടെന്ന് തന്നെ തന്റെ തോട് പൊട്ടിച്ചിട്ട് ചിറകുകൾ വിടർത്തി പറന്നുയർന്നു. എന്താ ഇതിന്റെ അർത്ഥം? നമ്മള് നമ്മൾ കണ്ണ് തുറന്ന് നോക്കണം. കാരണം നമ്മളെല്ലാം കൂട്ടിൽ അടയ്ക്കപ്പെട്ട പക്ഷികളാണ്, ഇല്ലേ? നമ്മളെ ഈ കൂട് എപ്പോ വേണമെങ്കിലും പൊട്ടിപ്പോവാം. ഈ ആവരണം എന്ന് പറയുന്ന ശരീരം നമുക്ക് എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം. അതിനകത്ത് ചിലപ്പോൾ സുഖങ്ങൾ ഉണ്ടായിരിക്കാം. ആ കംഫർട്ട് സോണിൽ എനിക്കിതൊന്നും പറ്റില്ല, സാധന ഉപാസന എന്റെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് എന്തിനാ ഞാൻ അങ്ങനെ ചെയ്യുന്ന, സുഖമായിട്ട് ഉറങ്ങി ഭക്ഷണം കഴിച്ചൊക്കെ എനിക്ക് ജീവിക്കാം. എത്ര കാലം? നമ്മൾ പെർമനന്റ് അല്ല ഈ ഭൂമിയിൽ, അല്ലെ? അപ്പൊ അമ്മ നമുക്ക് തരുന്ന വാർണിംഗ് എന്താ? യു ആർ നോട്ട് പെർമനന്റ് ഓൺ ദിസ് എർത്ത്. ഇത് നിങ്ങൾക്ക് പോവേണ്ടി വരും. കാലം നിങ്ങളുടെ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും ഈ ഷെല്ലിന്, ഈ ആവരണത്തിന്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് എന്ത് വേണം? ധൈര്യത്തോടു കൂടി, നമ്മൾ ഈശ്വര സൃഷ്ടികളാണ്, ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട്, അതിനെ ആ ഒരു പൊട്ടിച്ച് നമ്മുടെ മനസ്സാകുന്ന ചിറകുകൾ ഉപയോഗിച്ച്, മനസ്സിന് രണ്ട് ചിറകുകളുണ്ട്, ശ്രേയസ്സും പ്രേയസ്സും. നമുക്ക് വേണമെങ്കിൽ താഴോട്ട് വരാം, ഇല്ലെങ്കിൽ ശ്രേയസ് കൊണ്ട് മുകളിലോട്ട് പോകാം. രണ്ട് ചിറകുകളുള്ള പക്ഷികളാണ് നമ്മളെല്ലാം. അപ്പൊ അത് വെച്ച് എന്ത് വേണം? ആ ഉയർന്ന വിഹായസില് സ്വതന്ത്രമായിട്ട്, ഒരു ആവരണവും കൊണ്ട് ബന്ധിക്കപ്പെടാതെ നമ്മൾ പൂർണ്ണരാണ്, നമ്മൾ സ്വതന്ത്രരാണ് എന്നറിഞ്ഞ് പറന്നുയർന്നോളണം. അത് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴേ പറ്റുള്ളൂ. അപ്പൊ നമ്മള് അവസാന കാലം അല്ല ഇത് ചിന്തിക്കേണ്ടത്, അല്ലെ? താഴെ വന്ന് മുട്ട പൊട്ടാറായപ്പോഴാണ് അവർക്ക് ആ തിരിച്ചറിവുണ്ടായത്. അതുപോലെ നമ്മുടെ ജീവിതത്തില് അവസാനം എപ്പോഴാണ് എന്ന് നമുക്ക് അറിയില്ല, എപ്പോ വേണമെങ്കിലും വരാം. അപ്പൊ നമ്മൾ ചിറക് വിടർത്തി തന്റെ ആവരണമാകുന്ന ഈഗോ, അതിനെയാണ് നമ്മൾ ഷെൽ എന്ന് പറയുന്നത്. അത് വളരെ കട്ടിയുള്ള ഷെല്ലാണ്, 3 ലെയറാണ് അതിനുള്ളത്, അല്ലെ? കർമ്മങ്ങൾ കൊണ്ടുള്ള ആവരണം, വന്ന് ജനിച്ചപ്പോഴേ കിട്ടിയ ഞാൻ എന്നുള്ള ബോധമുള്ള ആവരണം, ആണവം എന്ന് പറയുന്നത്. പിന്നെ എന്താ? മായികം, ഈ മായയാകുന്ന പ്രപഞ്ചം നമുക്ക് തരുന്ന ഒരു ആവരണം. അങ്ങനെ 3 ആവരണങ്ങൾ.
അതാണ് ഓംകാരത്തിന്റെ 3 തലങ്ങള്. അകാര, ഉകാരം, അകാരങ്ങൾ അല്ലെ. അവിടുന്ന് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മുടെ ശരീരം എന്ന് പറയുന്ന ബോധത്തിൽ നിന്ന് ഉയർന്ന് അർദ്ധചന്ദ്രനിൽ നിന്ന് അമാത്രയിലേക്ക്, ആ മഹാശൂന്യതയിലേക്ക് നമ്മൾ പറന്നു പോണം. അത് സെൽഫ് എഫേർട്ട് കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഗുരുക്കന്മാർക്ക് അത് കാണിച്ചു കൊടുക്കാൻ, കൈ പിടിച്ച് കൊണ്ടുപോകാം. ആ കൈ പിടിച്ച് എല്ലാം സറണ്ടർ ചെയ്ത് എനിക്ക് വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് ശരണാഗതി ചെയ്ത് ആ ഗുരുപാദുകങ്ങളെ സ്മരിച്ചുകൊണ്ട് എന്നും രാവിലെ ഗുരുപാദുക മന്ത്രം ജപിക്കുമ്പോ എനിക്ക് ഗുരുപരമ്പരയെ ഉള്ളൂ, എന്നെ കൈവിടരുതേ. അവരിയ്ക്കുന്നത് എവിടെയാ? മഹാശൂന്യതയിലാണെന്ന് നമ്മൾ കണ്ടു അല്ലെ. ആ കർണിക പത്മത്തിൽ ഇരിക്കുന്ന ഹംസമിഥുനങ്ങളെ പോലെ അവിടെ ഇരിക്കുന്ന എന്റെ ഗുരുക്കന്മാർ എന്നെ രക്ഷിക്കട്ടെ. എന്റെ ഗുരു എന്നെ ടോട്ടലായിട്ട് പ്രൊട്ടക്ട് ചെയ്യട്ടെ. എന്റെ ഈഗോ എന്ന് പറയുന്ന ഷെല്ലിനെ പൊട്ടിച്ചുകൊണ്ട്, എല്ലാ ദേവി മഹാത്മ്യമാണെങ്കിലും ലളിതാ സഹസ്രനാമമാണെങ്കിലും പാവം അമ്മ വരുന്നത് മുഴുവനും ഈ ഈഗോയെ കൊല്ലാൻ. ഈഗോ പല ഉടുപ്പുകളിട്ട് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുക, ഖണ്ഡാസുരൻ ഉൾപ്പെടെ അല്ലെ. എത്ര അസുരന്മാരുടെ രൂപത്തിലാണ് നമ്മുടെ ഉള്ളിൽ. ഇവരെല്ലാം ഇല്ലാതാക്കാൻ അമ്മ ശ്രീചക്ര രാജരഥത്തിൽ കയറി ശക്തി സൈന്യമായിട്ട് നമ്മൾ വിളിക്കുമ്പോഴെല്ലാം ഓടി ഓടി വരുന്നു. എന്താ? അമ്മയ്ക്ക് തന്റെ മക്കളെ രക്ഷിക്കണം. ഈ ഈഗോ എന്ന് പറയുന്ന ആവരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം അല്ലെ. അവർക്ക് ആ ഒരു ഉയർന്ന ശിവപദത്തെ കൊടുക്കണം. ഇതാണ് അമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് അമ്മ പറയുന്നത്, ദേവി നമുക്ക് എപ്പോഴും നല്ലതേ വരുത്തുള്ളൂ അല്ലെ. ആ അമ്മയെ മാത്രമേ നമുക്ക് വിശ്വസിക്കാനും പറ്റുള്ളൂ. ഈ തോടിനെ ആവരണത്തെ നമ്മൾ ഉടയ്ക്കണം. അതാണ് ഈശ്വരൻ, ഗുരു, ആത്മാവ് ഇതെല്ലാം ഒന്നാണ് എന്ന് നമ്മൾ പറയാൻ കാരണം. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തി ഭേദ വിഭാഗിനെ. മൂർത്തിയിൽ മാത്രം, വിഗ്രഹങ്ങളിൽ നമ്മൾ വേറെ വേറെ ആയിട്ട് കാണുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ തത്വം ഒന്ന് തന്നെയാണ്. അപ്പൊ ജ്ഞാന സമ്പാദനത്തിന് ഗുരുപാദുകങ്ങളാണ് ആശ്രയം. അതിലൂടെ അവനവന്റെ ആ ഒരു ഹൃദയസ്ഥനായിരിക്കുന്ന ആത്മാവിനെ, സ്വരൂപത്തെ അറിയാൻ സാധിക്കുന്നു. അപ്പൊ തന്റെ ഗുരുവിന്റെ പാദത്തിൽ ശിരസ് നമിക്കുമ്പോ ആ ഒരു വിനയം, ആ ഒരു ഹ്യൂമിലിറ്റി, ആ ഒരു വിശേഷ ഗുണം നമ്മളിൽ ഉണ്ടാകണം അല്ലെ. നമ്മൾ ഭഗവത്ഗീതയിൽ അമാനിത്വം എന്ന് പറയുന്നത് ഇതിനെയാണ്, ആ ഹ്യൂമിലിറ്റി. ഇപ്പൊ ഗുരുപാദകങ്ങൾ എന്നാൽ എന്താ? ആ ഒരു ജീവിത മൂല്യങ്ങള്, സച്ചിന്തകള്, പാലിക്കപ്പെടേണ്ട ധർമ്മങ്ങള്, ഇതെല്ലാം തുടങ്ങി എല്ലാം തന്നെ ഹ്യൂമൻ വാല്യൂസ് ആണ്. ഒരു ഹ്യൂമൻ എന്ന് പറയാൻ നമ്മളെന്താ, മനുഷ്യത്വം എന്ന് പറയുന്ന ആ മനുഷ്യനായിരിക്കണമെങ്കിൽ കുറച്ച് ഗുണങ്ങൾ നമുക്ക് വേണം അല്ലെ. നമ്മൾ പറയാറില്ലേ, എന്താ ഇവരിങ്ങനെ മൃഗങ്ങളെ പോലെ പെരുമാറുന്നത്? ഒരു സ്നേഹമോ അല്ലെ, ഒരു നന്ദിയോ ഒന്നുമില്ല. ഞാൻ എന്നുള്ള ഒരു ഭാവം, കാര്യം കാണാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ് ഒരു 90% ആൾക്കാരും. അത് കഴിഞ്ഞു, കാര്യം നേടിക്കഴിഞ്ഞു, ഞാൻ എന്നുള്ള ഭാവം വീണ്ടും ഇല്ലേ. ആ ഒരു തലത്തിൽ എന്താ, അതുകൊണ്ടാണ് നമ്മൾ അവർ മൃഗങ്ങൾ എന്ന് പറയാൻ കാരണം. ഈ വാല്യൂസ് നമുക്കുള്ള ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈശ്വരന്റെ നമ്മൾ പറയില്ലേ, താഴ്ന്ന നിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യൂ. താഴണം നമ്മള്. ഒന്നുമില്ല നമുക്ക്. എന്താ ഉള്ളത് നമുക്ക്? എല്ലാം ഈ ഈശ്വരൻ തന്നതല്ലാതെ യാതൊന്നും നമ്മുടെ ഇല്ല. ഈ ഹ്യൂമൻ വാല്യൂസ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് ആ ഒരു റെപ്രസെന്റ് ചെയ്യുന്നത് ഗുരുപാദകങ്ങള്. വിനയത്തിലൂടെ മാത്രമേ നമുക്ക് വിദ്യ സമ്പാദിക്കാൻ സാധ്യമാകൂ. ഉത്തിഷ്ഠത അല്ലെ, വേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വേക്കപ്പ് ടു ദ ഗോൾ. അപ്പം ആ ഒരു എന്താ പറയാ, ആ ഉണർന്നെങ്കിൽ മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സറണ്ടർ ചെയ്യാൻ പറ്റൂ. ഫോളോ ദ വാല്യൂസ്. ആ ഗുരുപാദകങ്ങളെ ജപിക്കുമ്പോൾ ആ വാല്യൂ എന്തൊക്കെയാണ്? ആ ഗുരു തരുന്ന വാല്യൂസ്, നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്ന ഗുണങ്ങള്, മനുഷ്യത്വം എന്ന് പറയുന്ന ഗുണങ്ങള് അല്ലെ. ഒരുപാടുണ്ട് ഗുണങ്ങള്. ആ ഗുണങ്ങളെല്ലാം കുറച്ചെങ്കിലുമൊക്കെ നമ്മൾ സമ്പാദിക്കാൻ ശ്രമിക്കുക. കാരണം ഒന്നും ഇവിടെ നമുക്ക് വെച്ച് എന്താ പറയുക ഉപയോഗിക്കാൻ പറ്റില്ല. എന്തൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാലും എല്ലാം ഇവിടെ ഉപേക്ഷിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ എന്താ കൊടുക്കുക? എന്തിനാ ഇതെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നത്? പറ്റുന്നിടത്തോളം എല്ലാവരെയും സഹായിക്കുക. അറിവാണെങ്കിലും ധനമാണെങ്കിലും നമുക്ക് ആവശ്യത്തിന് വെച്ചിട്ട് കുറച്ച് കുറച്ച് പറ്റുന്ന പോലെ. ആ ഹ്യൂമൻ വാല്യൂസ് ആണ് ഗുരു നമുക്ക്. ഇല്ലെങ്കിൽ ഒരു ഗുരു നമുക്ക് ഇതെല്ലാം പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഗുരുപരമ്പര എന്തിനാ ഈ മന്ത്രങ്ങളൊക്കെ നമുക്ക് തരുന്നത്? ഹയഗ്രീവൻ എന്തിനാണ് അഗസ്ത്യൻ ചെന്ന് ഹയഗ്രീവനോട് ചോദിച്ചത്? എന്റെ ഈ ഭൂമിയിലുള്ള മക്കളെല്ലാം കഷ്ടപ്പെടുന്നു, അവർക്ക് എന്ത് കൊടുക്കാം? അപ്പോഴാണ് ഹയഗ്രീവൻ പറയുന്നത്, ലളിതാ സഹസ്രനാമം ജപിക്കട്ടെ, അവര് അമ്മയെ ഉപാസിക്കട്ടെ, അവരുടെ ദുഃഖങ്ങൾ മാറട്ടെ. എന്താ അവർക്ക്? ആ മനുഷ്യനോടുള്ള കരുണ. ഇതാണ് ഏറ്റവും ഉയർന്ന വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. ഒരാളോട് കരുണയോടെ പെരുമാറുക. ഒരാൾ കഷ്ടപ്പെടുന്നതുകൊണ്ട് സന്തോഷിക്കുകയല്ല വേണ്ടത്. അയ്യോ അവർക്ക് അങ്ങനെ പറ്റുമോ, എന്നെ കൊണ്ട് എന്തോ അവർക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ വരണം. അവിടെയാണ് ദേവി. ദേവി എങ്ങനെയാ നമുക്ക് നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ഉപാസനയിലൂടെ. ഒരാളുടെ ദുഃഖം കണ്ടാലും നമുക്ക് ചെയ്യാൻ പറ്റണം അവർക്ക് വേണ്ടി എന്തെങ്കിലും അല്ലെ. നമ്മളെ ആശ്രയിക്കുന്നവർക്ക് ഒരു വാക്കുകൊണ്ട് അല്ലെ, ഒരു നോക്കുകൊണ്ട്, ഒരു കൈത്താങ് കൊണ്ട് എന്ത് സഹായം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കുക. അവിടെയാണ് അമ്മ ജഗദംബിക പ്രാക്ടിക്കലി നമുക്ക് ആവിർഭൂതയായി എന്ന് പറയാൻ പറ്റുമോ. അവിടെയാ ചിദഗ്നികുണ്ഡത്തിൽ അമ്മ വരുന്നത്. ദേവകാര്യ സമുദ്യത. ദേവന്മാര് ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവര്.
ഈ ദേവന്മാര് പ്രപഞ്ചത്തിൽ അഷ്ടദിക്പാലകരായിട്ടിരുന്ന് നമുക്കെല്ലാം തരുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ സുഖമായിട്ട് നമ്മൾ ജീവിക്കുന്നത്. സൂര്യനും ചന്ദ്രനും എല്ലാവരും തന്നെ, അല്ലെ? അപ്പൊ നമ്മൾ അതിന്റെ ക്വാളിറ്റീസ് കുറച്ചെങ്കിലും നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ ഉത്തിഷ്ഠത എന്ന് പറയുന്ന അതാണ്. അപ്പൊ ഗുരുപാദകം എന്ന് പറയുന്നത് എന്താണ്? ഗുരുപാദകം, ആ ഒരു ഗുരുപാദക ഭജനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഗോൾ ഓഫ് ലൈഫ് ആണ്. ഗോൾ ഓഫ് ലൈഫ് എന്താണ്? ജീവിത ലക്ഷ്യം എന്താണ്? ഗോൾ ഓഫ് ലൈഫ് ആ അറ്റൈൻമെന്റ്, അല്ലെ? അറ്റൈൻമെന്റ് ഓഫ് നോളജ്, ആ അറിവ് സമ്പാദിക്കുക. ഏത് രാജ്യത്തിലെ എന്താ പറയാ പൗരനാണെന്ന് പറഞ്ഞാലും അവന്റെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം ഇത് തന്നെയാണ്. ഓരോ രാജ്യങ്ങളിൽ ഓരോ രീതിയിൽ ഈശ്വരനെ എന്താ പറയാ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം. എല്ലാവരുടെയും ഫൈനൽ ഡെസ്റ്റിനി എന്താ? ഈശ്വര സാക്ഷാത്കാരം തന്നെയാണ്. നമ്മൾ ഇന്നലെ രാജാവിന്റെ കഥ കണ്ടു, അല്ലെ? എത്ര സമൃദ്ധിയുടെ നടുവിലും ആത്മജ്ഞാനത്തിനായിട്ട് രാജാവ് ദാഹിച്ചു എന്നാ പറയുന്നത്. പക്ഷെ ആ ഒരു പന്നിയുടെ കൂട്ടിൽ വരെ താമസിക്കാനായിട്ടുള്ള ഒരു മനസ്സ്, അല്ലെ? അവിടെ നല്ലതും ചീത്തയും ഒന്നുമില്ല, ഉയർന്നത് താഴ്ന്നത് ഒന്നുമില്ല. ആ ഈഗോ മാറ്റിയതിന് ശേഷം മാത്രമാണ് ഭിക്ഷു എന്ത് ചെയ്തത്? അദ്ദേഹം ആ ഒരു എന്താ പറയാ ഉപദേശം കൊടുത്തത്. രാജാവായിട്ട് പോലും അദ്ദേഹത്തിന് ആ ഹ്യൂമിലിറ്റി വന്നതിന് ശേഷം മാത്രമാണ് ആ ഈശ്വരന്റെ സാന്നിധ്യം ഉള്ളിൽ അറിയാൻ സാധിച്ചതെന്നർത്ഥം. അപ്പോ എന്താ പറയാ, എവിടെയും നമുക്ക് താമസിക്കാൻ സാധിക്കണം. ഒന്നിലും നമ്മൾ പരാതി പറയാതെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. തന്റെ ഈഗോ കളയണം, വിനയം ഉണ്ടാകണം. ഈ ആറ്റിറ്റ്യൂഡ്, അതിനെയാണ് നമ്മൾ ആത്മവിദ്യയുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അപ്പൊ ഈ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ആ ഒരു എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മൾ തയ്യാറാവണം. അപ്പോ മാത്രമേ ഈ വിദ്യക്കായിട്ട് മനസ്സ് പാകപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഈഗോ വെച്ച് എത്രയോ പേരാണ് ഈഗോ വെച്ചോണ്ട് ശ്രീവിദ്യ കിട്ടിയിട്ട് അത് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്, അല്ലെ? ആ ഈഗോ കളയാൻ തയ്യാറല്ല. ഞാന് എന്റേത്, എന്റെ തീരുമാനങ്ങള് എന്റേത്. ഒരു ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്നുള്ള വ്യക്തി എവിടെയാ? ആ ചെറിയ ഞാനിനെ നമ്മൾ അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാ ഞാൻ? എന്താണോ ഗുരുപരമ്പര പറയുന്നത് അനുസരിച്ചു പോകുക. അതിനുള്ള അനുഗ്രഹം ഗുരുക്കന്മാര് തരും. അത് ഗുരുക്കന്മാരല്ല തരുന്നത്, ഈശ്വരനാ തരുന്നത്. അവർ ഈശ്വരനെ കാണിച്ചു തരും, ഈശ്വരൻ തരും നമുക്ക് അനുഗ്രഹം, ഇല്ലേ? എല്ലാത്തിന്റെയും ഉടമസ്ഥനാരാ? ഈ ഭഗവാനല്ലേ, ഈ ഭഗവതിയല്ലേ? അപ്പൊ നമ്മൾ ഈശ്വരനെ കാണിച്ചു തരേണ്ട ആ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് വിനയമില്ലെങ്കിൽ എങ്ങനെയാ നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റുന്നത്? അപ്പൊ ഈ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാവണം. എന്നാലേ അത് മനസ്സിനെ എവിടെ ചെന്നാലും ചൂടാണ്, വെളിച്ചമില്ല, അല്ലെ? വേർക്കുന്നു, എനിക്ക് കംഫർട്ടായിട്ട് ഒരു കംഫർട്ടബിൾ സോണിൽ ഇരിക്കാൻ പറ്റില്ല, നല്ല കസേരയല്ല, എല്ലാത്തിനും പരാതിയാണ് എവിടെ ചെന്നാലും, അല്ലെ? ആ സുഖത്തിൽ എല്ലാം എനിക്ക് സുഖം വേണം. വേറൊരു കാശി ചെന്നാൽ പോലും സുഖം. ഏറ്റവും സുഖത്തിലിരുന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈശ്വരനെ കാണാൻ പറ്റൂ. ഏറ്റവും ദുഃഖത്തിലിരിക്കുമ്പോഴാണ് ഈശ്വരനെ കാണാൻ പറ്റുക. നമ്മൾ ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇതാണെന്ന് അറിഞ്ഞിട്ടാണല്ലോ അവിടെ പോകുന്നത്. അപ്പൊ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ്, അവിടെയാണ് നമുക്ക് ആദ്യമായിട്ട് ഗുരുപാദകം ജപിക്കാനുള്ള ആ ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാവുന്നത്. അപ്പൊ അതിന് മനസ്സ് പാകപ്പെടുത്തണം. ഇപ്പൊ ശിവാനന്ദ സ്വാമികളുടെ അടുത്തൊരു ധനികനായിട്ടുള്ള ഒരു വ്യവസായി ആത്മാന്വേഷണവുമായിട്ട് വന്നു. കാരണം എന്താ പറയാ, ഒരുപാട് സത്സംഗ വേദികളിൽ വെച്ച് കണ്ടു ഒരുപാട് ധനമുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് ഇതും കൂടെ വേണം. എന്താ? ആത്മാന്വേഷണം. അപ്പൊ ശിവാനന്ദ സ്വാമികള് ആദ്യം കൊടുത്ത ജോലി എന്താണ്? സത്സംഗ ഹാളിന്റെ പുറകെ വെളിയിൽ ആളുകൾ കൊണ്ടുവരുന്ന ചെരുപ്പുകൾ അടുക്കി വെക്കല. കാരണം ആ ചെരുപ്പുകൾ അടുക്കി വെച്ച് കുറെ സമയം, കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് പണമുണ്ട്. ഫ്രണ്ടിലിരുന്ന് എന്തും നേടാമെന്നുള്ള ഒരു അഹങ്കാരത്തോടു കൂടിയാ വരുന്നത്. അങ്ങനെ കിട്ടുന്നതല്ല ആത്മവിദ്യ. ആദ്യം ചെരുപ്പുകളൊക്കെ അടുക്കി വെച്ച് ഒരു വർഷം അവിടെ നിന്നതിന് ശേഷമാണ് അദ്ദേഹം അകത്ത് കയറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലും. കാരണം പണമുള്ളത് കൊണ്ട് നമ്മൾ വിചാരിക്കും ധനമാണ് എല്ലാം, ശരീരമാണ് എല്ലാം എന്നൊക്കെ. ആ ധാരണ മാറ്റി ആ ഒരു എളിമ വരിക. റോക്ക് ഫെല്ലർ എന്ന് പറയുന്ന ഒരു വലിയ ഒരു വ്യവസായി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് എന്താ പറയാ അനേക ലക്ഷം ഡോളേഴ്സ് ആണ് വിവേകാനന്ദ സ്വാമിക്ക് സംഭാവനയായിട്ട് കൊടുത്തത് ശ്രീരാമകൃഷ്ണ മിഷന് വേണ്ടിയിട്ട്. അഹങ്കാരത്തോടു കൂടിയാണ് അദ്ദേഹം കാണാൻ ചെന്നത് വിവേകാനന്ദ സ്വാമിയെ. താൻ ഇത്രയും പണം കൊടുത്തിട്ടുണ്ട്, തന്നെ ആദ്യം വിളിക്കണം, പണം കൊടുത്ത ആളാണെന്നുള്ള. പക്ഷേ വിവേകാനന്ദ സ്വാമി പല സത്സംഗങ്ങളിൽ ഇദ്ദേഹത്തെ കണ്ടതായിട്ട് പോലും ഭാവിച്ചില്ല. കാരണം എത്രയോ ദിവസം നിന്നതിന് ശേഷമാണ് നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു, നിങ്ങള് ഒരു ഈശ്വര കാര്യത്തിനാണ് കുറച്ച് പണം കൊടുത്തത്, അത് നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണെന്ന്, നിങ്ങൾക്ക് കിട്ടിയ പുണ്യമാണ്. നിങ്ങളുടെ പണം എല്ലാം എന്തിനാ? നിങ്ങൾ മെറ്റീരിയലി പലതിനും കൊടുക്കുന്നുണ്ട്, പക്ഷെ ഈശ്വരനായിട്ട് കൊടുത്ത അത് കൊടുക്കാൻ ഒരു ചാൻസ് തന്നതാരാ? ഈശ്വരനാണ്, അല്ലെ? ശരിക്കും നമ്മൾ വി ആർ ഓൾ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഗോഡ് ടു സെർവ് അതേഴ്സ്. നമുക്ക് ബാക്കിയുള്ളവരെ സഹായിക്കാൻ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ആണ്. നമ്മളിലൂടെ ഈശ്വരൻ പ്രവർത്തിക്കുന്നു. അപ്പൊ ഗുരുപാദക സ്മരണ ഈ ഹ്യൂമിലിറ്റിയാണ് നമ്മളിൽ ഉണ്ടാക്കേണ്ടത്. ഈ പാദകം ഗുരുവിന്റെ ആ ഒരു അൺകണ്ടീഷണൽ ലവ്,
ഒരു കണ്ടീഷനും ഇല്ലാതെയാ ഗുരു നമ്മളെ സ്വീകരിക്കുകയും നമുക്ക് തരികയും ചെയ്യുക, അല്ലേ? അവരുടെ കുടുംബം, അവരുടെ എന്താ പറയാ, അവരുടെ സാധന ഇവര് നന്നായിട്ട് ചെയ്യുമോ ഇല്ല, ഈ പാപം എനിക്ക് വന്നു ചേരുമോ, ഇങ്ങനെയൊക്കെ ഭയം ഉണ്ടായിട്ടല്ല. അവര് നന്നാവണം, അവര് നല്ല രീതിയിൽ വരണം എന്ന് പറഞ്ഞിട്ടാ. ഇതിനാണ് ഒരു കണ്ടീഷനും വെക്കാത്ത സ്നേഹം. ആ അൺകണ്ടീഷണൽ ലവ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതോ, അല്ലെ? പറ്റുമെങ്കിൽ ഗുരുവിനെ കുറെ വഴക്കും കൂടെ പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ അതും കൂടെ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് കലിയുഗത്തില്. അപ്പൊ ഈ അൺകണ്ടീഷണൽ ലവ് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ ഓർമ്മിപ്പിക്കണം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഈ ഗുരുപാദുക സ്മരണ നമുക്ക് അതാ തരുന്നത്. അപ്പൊ സാധാരണ ഗുരുപാദുകം എന്നാൽ ഒരു തടി കൊണ്ട് നിർമ്മിച്ചവയാണ്, അല്ലെ? അതിന് സൈഡ് സ്ട്രാപ്സ് ഒക്കെ കാണും. ഇതിനോ, സാധാരണ ചെരുപ്പിന് സൈഡിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ കാണും. ഈ പാദുകത്തിന് ആ തള്ളവിരലിന്റെ ഇപ്പുറത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു എന്താ പറയാ, ഒരു തടി പോലെ ഇരിക്കുന്ന സാധനം മാത്രമേ കാണുള്ളൂ. സൈഡ് സ്ട്രാപ്സ് ഒന്നും കാണില്ല. പക്ഷേ ഈ ഗുരുക്കന്മാർ അതൊക്കെ ഇട്ട് ഭയങ്കര നല്ല ഭംഗിയായിട്ടാണ് ഇവർ ഉപയോഗിച്ച് ഇതിട്ട് നടക്കുന്നത്. എന്താ കാരണം? അവരുടെ പ്രാക്ടീസ്. അവർക്ക് വേറെ ആലംബനം വേണ്ട. അവർ ആ ഒന്നിൽ ഉറച്ചവരാണ്. കാരണം ആ ഒന്ന് മതി. അവരുടെ തള്ളവിരലിന്റെ ഇപ്പുറത്തിരിക്കുന്ന ആ സംഭവം, ആ കാലുകൾ പോലും ഏകമായിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു വെച്ചിരിക്കണം. അവർക്ക് അതിൽ നന്നായിട്ട് നടക്കാൻ അറിയാം, അല്ലെ? പാദുക, ശരിക്കും പറഞ്ഞാൽ പാദുക ഇസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഗുരു ആൻഡ് ഹിസ് മാർഗ. മാർഗത്തെ കാണിക്കുകയാണ്. ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കണു, നിങ്ങൾ എന്റെ കൂടെ വരൂ, നിങ്ങളെ ഞങ്ങൾ അപ്പുറത്ത് എത്തിക്കാം എന്ന് പറയുന്നത്. ഇപ്പൊ രാമായണത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാല് രാമായണത്തിൽ കണ്ട ഗുരു പാദുക പൂജ, സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ പാദുകങ്ങള് ഭരതൻ പൂജിക്കുന്നത് നമ്മൾ കണ്ടു, അല്ലെ? 14 വർഷം കാട്ടിലേക്ക് അയക്കപ്പെട്ട ശ്രീരാമചന്ദ്ര പ്രഭു എത്രയൊക്കെ അനുനയിപ്പിച്ചിട്ടും നാട്ടിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറായില്ല. തന്റെ അച്ഛൻ പറഞ്ഞ ആ സത്യത്തിൽ ഉറച്ചു നിന്നു. തന്റെ അച്ഛന് കൊടുത്ത വാക്കിൽ ഉറച്ചു നിന്നു. അതിന് പകരമായിട്ട് എന്താ കൊടുത്തത്? തന്റെ പാദുകങ്ങൾ ഭരതന് കൊടുത്തു. അത് ശിരസിൽ വെച്ചുകൊണ്ട് അയോധ്യയിലെത്തി അവിടെ സിംഹാസനത്തിൽ വെച്ച് രാമനെ പോലെ പൂജിച്ച്, ആ ഒരു ഡെയിലി പൂജ സിംഹാസനത്തിൽ ഇരിക്കുന്ന പാദുകങ്ങൾക്ക് കൊടുത്തു. രാമനെ പോലെ വെറും നിലത്ത് കിടന്ന് ആ ഭക്ഷണമെല്ലാം നിയന്ത്രിച്ച് തന്റെ ഏട്ടൻ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ നന്ദി ഗ്രാമത്തില് കൊട്ടാരമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് രാമൻ എങ്ങനെയാണോ കാട്ടിൽ ജീവിക്കുന്നത് അതുപോലെ കൊട്ടാരം ഉപേക്ഷിച്ച് നന്ദി ഗ്രാമത്തിലാണ് 14 വർഷം ഭരതൻ കഴിഞ്ഞു. ഇതാണ് പാദുകം. ഒരു സത്യമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുക. എന്താണ് ഗുരു പറഞ്ഞത് അതുപോലെ ചെയ്യുക. രാമൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു അതുപോലെ ഭരതൻ ചെയ്തു, അല്ലെ? അദ്ദേഹം ആ ഒരു ശിരസിൽ വെച്ച് സത്യം, ആ ശിരസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെതാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ എന്താ? സത്യമാണ്, ഇല്ലേ? സത്യവസ്തു. അപ്പൊ നമ്മൾ ശിരസിൽ ഒരു മാർഗം സ്വീകരിച്ച് ഗുരുമന്ത്രം ജപിക്കുമ്പോ എന്താ? ആ സത്യത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം. വേറെ ഒന്നും അവിടെ വരാൻ പാടില്ല. അപ്പൊ ഈ രാമനെ ഗുരുവായിട്ട് കണ്ടു ഭരതൻ അവിടെ. അപ്പൊ അദ്ദേഹത്തിന്റെ പാത പിന്തുടരും എന്ന സത്യത്തെയാണ് രാമപാദുക പൂജയിലൂടെ അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ശിരസ്, അല്ലെ? ഉത്തമാംഗം, ഉയർന്ന തലം. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളില് സഹസ്രാര പത്മത്തിലെ ആ പരബ്രഹ്മ തത്വം ഇവിടെയാണ് ഇരിക്കുന്നത്. ഏറ്റവും താഴെയുള്ള പാദങ്ങളിലോ ഗുരു ധരിക്കുന്ന പാദുകങ്ങളുടെ സ്ഥാനം എവിടെയാ? ഏറ്റവും താഴെ. കാരണം ഗുരുവിനെ ആശ്രയിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ ശിരസിലിരിക്കുന്ന ആത്മജ്ഞാനത്തിന് വേണ്ടിയാണ് ഗുരുപാദത്തെ നമ്മൾ സമാശ്രയിക്കുന്നത്. ഒരു ഗുരുവിനെ നമ്മൾ ആശ്രയിക്കുന്നത് എന്തിനാ? നമുക്ക് ആ അറിവ്, ശിവൻ എവിടെയായിരിക്കുന്ന? സഹസ്രാരത്തിൽ. അപ്പൊ ഒരു പാദത്തിൽ ആശ്രയിക്കുമ്പോൾ ഏറ്റവും ഉയർന്ന തലത്തിലേക്കാണ് ഗുരു നമ്മളെ കൊണ്ടുപോകുന്നത്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നെങ്കിൽ ആത്മാവാണെങ്കിൽ നശിക്കുന്ന ഈ ശരീരത്തില് അഭിമാനിക്കാൻ ഒന്നുമില്ല എന്നുള്ള തത്വം ഒരു ജീവനെ ശരിക്കും വിനയാന്വിതനാക്കും. ഈ തത്വമാണ് ഗുരുതത്വം എന്ന് പറയുന്നത്. അപ്പൊ അവനിൽ ശരണാഗതി ഉണ്ടാക്കി ഈ തത്വമസി വാക്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കണം നമുക്ക്. ഇല്ലെങ്കിൽ ഒരിക്കലും തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇത് മനസ്സിലാവാതെ നമുക്ക് മോക്ഷപദം കിട്ടില്ല. അപ്പൊ ഇത് നമുക്ക് സാധിപ്പിക്കുന്ന എന്തിനാ? ഗുരു. അതിലൂടെ നമുക്ക് മോക്ഷ പദവിയെ കിട്ടാനാ, അല്ലേ? അപ്പൊ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ശരിക്കും പറയാം വളരെ ഈ ചിന്മയാനന്ദ സ്വാമികളൊക്കെ പറയാറുണ്ട്, വേർ യു സിറ്റ് ഷോ യുവർ സ്റ്റാൻഡ്. നിങ്ങൾ എവിടെ ഇരിക്കണോ അവിടെ നിങ്ങളുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നല്ല അർത്ഥം. നീ എവിടെ, നീ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത് അത് നിന്റെ ജീവിത ലക്ഷ്യത്തെ കാണിക്കണു. അപ്പൊ നമ്മളൊരു ഗുണ്ടകളുടെ കൂടെ നടക്കുന്ന ഒരാളെ കണ്ടാൽ അയാൾ നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നു. അയ്യോ, നമ്മൾ ആ ഗുണ്ടാ സംഘത്തിലൂടെ പോകുന്ന ആള്, അയാളും അങ്ങനെ ആയിരിക്കാം, അല്ലെ? നമ്മൾ ആരാണ് നമ്മുടെ കമ്പനി, ആ കമ്പനി നമുക്ക് നമ്മുടെ സ്വഭാവത്തെ കാണിക്കണം. എന്താ? നമ്മുടെ വാസനാ പ്രേരിതമായിട്ടാണ് നമ്മൾ അതിൽ പോയി ചേരുക. നമ്മൾ ആരുടെ കൂടെ സംസാരിക്കുന്നു, ആരുടെ കൂടെ ഇടപഴകുന്നു, നമുക്ക് ആരാണ് നമ്മുടെ കൂട്ടുകാര് എന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരാളിനെ ജഡ്ജ് ചെയ്യാൻ പറ്റും.
അതുകൊണ്ടാണ് വേർ യു സിറ്റ് ഷോ യുവർ സ്റ്റാൻഡ്. നീ എവിടെയാണ്? നീ ഇപ്പൊ ഒരു ഗുരുവിന്റെ കൂടെയാണ് ഇരിക്കുന്നത് അല്ലെ? അവിടെ നിന്റെ ജീവിത ലക്ഷ്യത്തെ കാണാനാണ് നീ ഗുരുവിന്റെ അടുത്ത് പോയത്. ഓരോ ഓരോ തലങ്ങളിൽ നമ്മൾ ദീക്ഷ സ്വീകരിക്കുമ്പോൾ നീ ഈശ്വരനെ അറിയാനാണ്. അപ്പൊ നീ ആ പാതയിലാണ് അല്ലെ? ഈശ്വരേച്ഛയുള്ളവർ സത്സംഗങ്ങളിൽ ഇരിക്കുന്നു. ശരീരത്തെ പോഷിപ്പിക്കുമ്പോൾ നമ്മൾ എന്താ ഭൗതിക വിഷയങ്ങളില് അല്ലെ? അവര് ഭൗതിക വിഷയങ്ങളിൽ താല്പര്യമുള്ളത് അവര് എന്താ പറയാ ആ കാര്യങ്ങളിലായിട്ട് പോകുന്നു. പണത്തെ സ്നേഹിക്കുന്നവരോ അതിനുള്ള വേലകള് എന്താ പണം എത്ര കൂടുതൽ ഷെയർ മാർക്കറ്റ്, വ്യവസായങ്ങള് അല്ലെ? ഇങ്ങനെ പല പല പണം എത്രത്തോളം ലാസ്റ്റ് മിനിറ്റ് വരെ എത്ര പണം സമ്പാദിക്കാം. അപ്പൊ അവരതില് ഇപ്പൊ നമ്മൾ പറയാ അദ്ദേഹം നല്ല ഒരു ബിസിനസ് മാൻ ആണ്, ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്, വ്യവസായങ്ങൾ തുടങ്ങുന്നു അതിൽ. അപ്പൊ നമ്മൾ ഓരോരുത്തര് ഓരോന്നിൽ താല്പര്യപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പൊ കാല് എവിടെ വയ്ക്കുന്നുവോ അവിടെയാണ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ നിലപാട്, താല്പര്യം എന്നൊക്കെയാണ് അതിനർത്ഥം. ഇപ്പൊ ശ്രീകൃഷ്ണൻ തന്റെ ഭൂമിയിലുള്ള ലീലകളുടെ അവസാനം സ്വധാമത്തിലേക്ക് പോകാൻ സമയമായി. ഉദ്ധവന് ഭയങ്കര ദുഃഖമായി. ഭഗവാനെ ഉപേക്ഷിച്ച് പോകാൻ സാധ്യമല്ല. അദ്ദേഹം കരയുകയാണ്. ഭഗവാൻ പറഞ്ഞു, ശ്രീകൃഷ്ണൻ പറയണ, നീ വിഷമിക്കേണ്ട ഉദ്ധവ, എനിക്ക് പോവേണ്ട സമയമായി അല്ലെ? കലിയുഗം തുടങ്ങാറായി, ദ്വാപര യുഗത്തിന്റെ അന്ത്യം എത്തിക്കഴിഞ്ഞു, എനിക്ക് പോയേ മതിയാവൂ. അതുകൊണ്ട് ഞാൻ എന്ത് തരാം? എന്റെ പാതുകങ്ങളെ ഞാൻ നിനക്ക് തരാം. നീ എന്ത് വേണം? ഞാനാണെന്ന് തന്നെ കരുതിയിട്ട് നീ ബദരികാശ്രമത്തിൽ ചെന്ന് ഈ പാതുക പൂജ ചെയ്യൂ എന്നാണ് ശ്രീകൃഷ്ണൻ നിർദ്ദേശിച്ചത്. അപ്പൊ രാമപാതുകം, രാമന്റെ പാതുകം, കൃഷ്ണപാതുകം, കൃഷ്ണന്റെ പാതുകം, അതുപോലെ ഗുരുപാതുകം, എന്താ? ഗുരുവിന്റെ പാതുകം അല്ലെ? ആ ഗുരുപാതുകം എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് ഗുരു. നമ്മള് പാതുകം ജപിച്ചാൽ ഉടനെ വിചാരിച്ചോളൂ എന്റെ ഗുരുവാണ്, എന്റെ ഗുരുപരമ്പരയാണ്. അപ്പൊ ഗുരുവിന്റെ ചരണങ്ങളില് ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ഗുരു അല്ലെ? ശിഷ്യൻ ഷോഡശ ഉപചാര പൂജ ചെയ്യാറുണ്ട്. എല്ലാ ഗുരുപൂർണിമകളിലും നമ്മൾ ഗുരുപാതുക പൂജ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. കാരണം ഗുരുപരമ്പരയെ ഓർക്കാനും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നീങ്ങാമെന്നുള്ള ഒരു വാഗ്ദാനം വീണ്ടും വീണ്ടും ചെയ്യാണ് നമ്മള്. ഒരു വർഷം കഴിഞ്ഞു, അടുത്ത ഗുരുപൂർണിമ വന്നു, എല്ലാം മറന്നുപോയി ഞാൻ. വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഇല്ലേ ആ പരമ്പരയോട്. ഞാൻ പറയുന്ന ഒരു സത്യവാങ്മൂലം കൊടുക്കുകയാണ്. ഞാന് വീണ്ടും എന്റെ ഈ കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യാം. ഇതുവരെ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് എന്നെ മുന്നോട്ട് കൊണ്ടുപോണേ, എന്നെ നയിക്കണേ. അപ്പോ ആ ഒരു ഐതരീയ ഉപനിഷത്ത് ഒരു കഥ പറയുന്നുണ്ട്. ഭഗവാൻ ജ്ഞാനേന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ, മനസ്സ്, ഇങ്ങനെയുള്ളതെല്ലാം ബ്രഹ്മാവ് ഉണ്ടാക്കി സൃഷ്ടിച്ചുവെന്നും എന്താ പറയാ അവര് ഭഗവാനോട് തങ്ങൾക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു ശരീരത്തെ കാണിച്ചു തരാൻ പറഞ്ഞു. ആദ്യം ഉണ്ടാക്കിയത് എന്താ? ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഉണ്ടാക്കി. അപ്പൊ അവര് എല്ലാരും കൂടെ വന്ന് ചോദിച്ചു, ഞങ്ങൾ എവിടെയാ ഇരിക്കേണ്ടേ? ഒരു ശരീരം കാണിച്ചു തരാൻ പറയാണ്. അപ്പം ബ്രഹ്മാവ് പശുവിനെ കാണിച്ചു കൊടുത്തു, കുതിര, പല പല മൃഗങ്ങളുടെ ശരീരം കാണിച്ചു കൊടുത്തു. ഇവർക്ക് അതൊന്നും തൃപ്തിയായില്ല. ഞങ്ങൾക്കിത് വേണ്ട, ഇത് വേണ്ട എന്ന് പറഞ്ഞു നിന്നപ്പോ മനുഷ്യ ശരീരം കൊണ്ടുവന്നു. മനുഷ്യ ശരീരം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എന്താ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഉടനെ അവര് പറഞ്ഞു, പെർഫെക്റ്റ് ആണ്, ഇത് മതി, ഇത് മതി, ഇത് മതി എന്ന് പറഞ്ഞ് അവര് സന്തോഷത്തോടെ ചെന്ന് അതിലിരുന്നു എന്നാ കഥ. അപ്പൊ മനുഷ്യ ശരീരമാണ് പെർഫെക്റ്റ് എന്ന് പറയാൻ കാരണം എന്താ? അവിടെ മാത്രമാണ് മനസ്സും ബുദ്ധിയും ഒരുമിച്ച് ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത് അല്ലെ? താൻ എങ്ങനെ ജീവിക്കണം, ഈ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതാണ് ശരിക്കും പറഞ്ഞാൽ ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. കാരണം ആ ബുദ്ധി, ആ ഇന്റലക്ട് നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെ? നമുക്ക് ചോയ്സസ് ഉണ്ട്, തീരുമാനങ്ങൾ എടുക്കാം അല്ലെ? നമുക്ക് ചൂസ് ചെയ്യാം, ഇത് എനിക്ക് വേണ്ട, എനിക്ക് നല്ലത് മതി അല്ലെ? ഏത് രീതിയിൽ നമ്മൾ ജീവിക്കണം, നമ്മുടെ ജീവിതം എങ്ങനെ പോണം എന്ന് നമുക്ക് തീരുമാനിക്കാം അല്ലെ? എന്നിട്ട് അങ്ങനെ ജീവിക്കാം. ആ ഫ്രീഡം നമുക്ക് കിട്ടുന്നത് അല്ലെ? ഫ്രീഡം ഓഫ് ചോയ്സ്. ആ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ്, നോളജ്, ആക്ഷൻ, ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ഏതാ? ഈ മനുഷ്യ ശരീരത്തിൽ മാത്രമാണ്. ജന്തുക്കൾക്ക് അതില്ല. അപ്പൊ അവരെ നിയന്ത്രിക്കുന്നത് എന്താണ്? പ്രകൃതിയാണ് അല്ലെ? അപ്പൊ ബുദ്ധിയുള്ള മനുഷ്യന് ആ ഒരു ബുദ്ധിമാൻ ആകുന്നില്ല എന്നുള്ളതാണ് സത്യം. ബുദ്ധിയെ നേരാൻ വണ്ണം ഉപയോഗിച്ചില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാല് ആ ബുദ്ധി നമ്മളെ സഹായിക്കില്ല. ഇന്റലിജന്റ് ഡസ് നോട്ട് മേക്ക് എ പേഴ്സൺ ഇന്റലക്ട് അല്ലെ? ഓർ ഇന്റലിജന്റ്. ഇന്റലക്ട് എന്ന് പറയുന്നത് എന്താ? ബുദ്ധി. അതുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് അയാൾ ബുദ്ധിമാനാകുന്നില്ല, ബുദ്ധിയുള്ള ആളാകുന്നില്ല. ഇന്റലിജന്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ, ഇന്റലിജന്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആള്. ഇന്റലക്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ബൗദ്ധികമായിട്ട് ഉയർച്ച വന്നവർ. ഇത് രണ്ടും ബുദ്ധി ഉള്ളതുകൊണ്ട് ആവണമെന്നില്ല. എത്രയോ മനുഷ്യര് അല്ലെ? എങ്കിൽ എല്ലാവർക്കും ആ രീതിയിൽ ഉയർന്നൂടെ? ബുദ്ധി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ആ തലത്തിലേക്ക് ഉയരുന്നില്ല. ഒരു വില കൂടിയ വീണ അല്ലെങ്കിൽ ഒരു വയലിൻ നമ്മൾ കൊണ്ടു നടക്കുന്ന ആള് അതിന്റെ മാസ്റ്റർ ആണെന്ന് പറയാൻ പറ്റുമോ?
ഇല്ലേ? ബെസ്റ്റ് വയലിൻ മാസ്റ്റർ ഇല്ലേ? നമുക്ക് വയലിൻ കൊണ്ടു നടക്കുന്ന ആളിനെ വയലിൻ കാരിയർ എന്ന് പറയാം. അതിനെ തൂക്കിക്കൊണ്ട് നടക്കണം. ഒരു വീണ പൊക്കിക്കൊണ്ട് പോകുന്നു. വീണ വായിക്കാൻ അറിഞ്ഞൂടെങ്കിൽ നമ്മൾ അത് വീണയിൽ മാസ്റ്റർ ആണോ? ഇല്ലേ? അത് വെറുതെ കൊണ്ടു നടക്കുന്ന ഒരാളെന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് പഠിച്ച് അതിൽ അറിവ് നേടിയെങ്കിൽ മാത്രമേ അതിന്റെ മാസ്റ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഏത് കാര്യവും ആ ഒരു എന്താ പറയാ, നമ്മുടെ ആ ഒരു ഇന്റലക്ട്, നമ്മൾ അതിന്റെ ഇന്റലിജന്റ് എന്നൊക്കെ പറയണമെങ്കിൽ എന്ത് വേണം? അത് പഠിക്കണം, അറിയണം, അത് നമ്മൾ അനുഭവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കിട്ടിയത് കൊണ്ട് പ്രയോജനമുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു അധ്യാപകൻ വേണം, അല്ലെ? നമ്മൾ ഇന്റലിജൻസ് ഉപയോഗിക്കണമെങ്കിൽ നമ്മളെ ബുദ്ധിയെ ഏതിലാണോ നമുക്ക് താല്പര്യം നമ്മൾ അവിടെ പോകും. അപ്പൊ അത് പഠിപ്പിച്ചു തരാൻ ഒരു ഗുരു ഉണ്ടാകും, ഒരു മാസ്റ്റർ ഉണ്ടാകും. അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരും. അങ്ങനെ നമ്മുടെ അറിവ് വികസിച്ച് നമ്മൾ അതിൽ മാസ്റ്റർ ആയിട്ട് തീരും. ആദ്യമേ ഒരാൾ മാസ്റ്റർ ആകുമോ? അതില് ഇല്ല. അപ്പൊ നേരത്തെ മാസ്റ്റർ ആയ ആളിനെ നമുക്ക് എന്ത് വേണം? അദ്ദേഹത്തെ നമ്മൾ നമസ്കരിച്ച് എനിക്കിത് പറഞ്ഞു തരൂ, ഈ വിദ്യ പറഞ്ഞു തരൂ, അല്ലെ? പറഞ്ഞു തന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് ആയിത്തീരാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു എന്താ പറയാ, ശരിയായിട്ട് നമ്മള് പഠിപ്പിക്കണം ആ മാസ്റ്റർ നമ്മളെ, അല്ലെ? എത്ര സോഫിസ്റ്റിക്കേറ്റഡ് ഒരു മീഡിയം ഉണ്ടെങ്കിലും അതിനെ ഉപയോഗിക്കണമെന്ന് അറിയണമെങ്കിൽ അത് പഠിപ്പിച്ചു തരാൻ ഒരാൾ വേണം. എത്ര കൂടിയ കമ്പ്യൂട്ടറോ മൊബൈലോ എന്ത് സാധനം ആവട്ടെ, നമ്മുടെ കയ്യിൽ ഇരുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഉണ്ടെന്ന് പറയാം, അല്ലെ? എന്റെ മക്കള് വിദേശത്ത് നിന്ന് തന്നു, 1,00,000 രൂപയുടെ ആപ്പിൾ ഫോൺ ഉണ്ട്, അതൊന്ന് ഉപയോഗിക്കൂ. അതൊന്നും എനിക്കറിയില്ല, തന്നിട്ടുണ്ട്, എല്ലാരോടും പറയാം എനിക്ക് ആപ്പിൾ ഫോൺ ഉണ്ടെന്ന്. അതേസമയം ഒരു 10,000 രൂപയുടെ ഫോൺ നമുക്ക് അറിയുന്നത് പോലെ ഉപയോഗിച്ച് അതുകൊണ്ടുള്ള പ്രയോജനം നേടിയാൽ ഏതാ വലുത്? ഒരു ഫോൺ ഉണ്ടെന്ന് പറയുന്നതാണോ, ഉപയോഗിക്കപ്പെടുന്ന ഫോണാണോ നമുക്ക് പ്രയോജനം? തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗമുള്ളത് തന്നെയാ. അപ്പൊ ഉണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബുദ്ധി. എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു, അത് ഉപയോഗിക്കാനായിട്ട് ഈശ്വരനിലേക്കുള്ള യാത്ര നിസ്സാര കാര്യമല്ല. പറഞ്ഞില്ലേ, അവസാനത്തെ ജന്മങ്ങളിൽ മാത്രമാണ് അത് നമുക്ക് പഠിപ്പിച്ചു തരണം. ഇത് എങ്ങനെ ഉപയോഗിച്ച് നമ്മുടെ ജീവിത യാത്രയ്ക്ക് അത് എങ്ങനെ പ്രയോജനപ്പെടും, ആ മനുഷ്യത്വത്തിൽ ആ മുമുക്ഷുത്വം എങ്ങനെ നമ്മളിൽ വരും, ഇതെല്ലാം പഠിപ്പിക്കാൻ നമുക്കൊരു ഗുരു വേണം, അറിവുള്ള ആള് വേണം, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഏത് സബ്ജക്റ്റും ഒരു ടീച്ചറിന് പഠിപ്പിക്കാം. പക്ഷെ അതുപോലെയല്ല ഒരു ഗുരുവിന്റെ സ്ഥാനം. ഓരോ ജീവനും വളരെ ഉയർന്നതാണ്. കാരണം എന്താ? ആത്മവിദ്യ അനുഭവമാക്കി തരണം. ഇത് പറഞ്ഞ് 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 കേട്ടും പറഞ്ഞും ചിന്തിച്ചും ജപിച്ചും നമുക്കത് അനുഭവം ഉണ്ടാകണം. നിസ്സാരകാര്യം, അനേക ജന്മത്തെ ആ കറുത്ത ഒരു എന്താ പറയാ, സൂക്ഷ്മ ശരീരവും കൊണ്ടാ വരുന്നത്. അതിനെ തേച്ച് 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 വെളുപ്പിക്കണം. വെളുപ്പിച്ചെങ്കിലേ ഈ പറയുന്നതൊക്കെ മനസ്സിലാവുള്ളൂ. ഇത് ഗുരു ചെയ്യുന്ന കർമ്മമാണ്. നിസ്സാര കാര്യമാണോ ഗുരുക്കന്മാര് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്? ആ ബാഹ്യ പ്രപഞ്ചത്തെയും നമ്മുടെ ചുറ്റുപാടുകളെയും നിരീക്ഷിക്കുകയാണെങ്കിൽ എല്ലാ വസ്തുക്കളില് ആ ഓരോ നിമിഷവും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അത് നമ്മൾ കാണണം. ഇത് കാണിച്ചു തരുന്നത് ആരാ? ഗുരുവാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു, ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഇതാണ് നമുക്കറിയുന്നത്. അപ്പൊ കാലത്തിലൂടെ മാറ്റങ്ങൾ വരും, അത് അനിവാര്യമാണ്. ഇത് ചിന്തിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. ഇവിടെ ബുദ്ധി എന്ന തത്വം മനുഷ്യന് മാത്രമാണ് ഈശ്വരൻ തന്നിരിക്കുന്നത്. ഈ ഓരോ മനുഷ്യനും ഭൂമിയിലെ ഒരു കാലാവധി, ആ ഒരു പരിധി എല്ലാവർക്കും അറിയാം. അപ്പോ മനുഷ്യ ജന്മ രഹസ്യത്തെ അറിയാന്, താൻ ആരെന്നുള്ള ഉത്തരം കിട്ടാന് ഈ ശരീരമാകുന്ന ഉപാധിയിലൂടെ മാത്രമേ സാധിക്കൂ. അപ്പൊ അതിന്റെ ശരിയായ ഒരു വഴി പറഞ്ഞു തരാൻ ഒരാൾ വേണം. ആ വ്യക്തിയെ നമ്മൾ ഗുരു എന്ന് പറയുന്നു. ഇരുണ്ട വഴികളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മളെ പിടിച്ചുയർത്തുന്നവർ. ചിലര് പറയും അങ്ങനെ ഒരാൾ ഇല്ല, ഇല്ല എനിക്ക് ഗുരു ഒന്നും വേണ്ട, എനിക്ക് തനിയെ പോകാൻ സാധിക്കുന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതൊക്കെ വെറും കാൽപ്പനികമായിട്ടുള്ള ചിന്തകൾ മാത്രമാണ്. നമ്മൾ അറിഞ്ഞുകൂടാത്ത വഴികളിലൂടെ പോകുമ്പോൾ ഉറപ്പാണ് നമുക്ക് വഴി തെറ്റുന്നത്. ഒരുപാട് സമയം അതിനു വേണ്ടി നഷ്ടപ്പെടും. നമ്മളൊരു കാര്യം പുതിയതായിട്ട് പഠിച്ചെടുത്തു, നമുക്കത് ശരിയോ തെറ്റോ എന്ന് പറഞ്ഞു തരാൻ ഒരാൾ വേണ്ടേ അത് അറിയുന്ന? ഒരു ദൂരയാത്ര ചെയ്യണം, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ഒരു വഴി എല്ലാം നമ്മൾ നേരത്തെ മാപ്പ് ഇട്ട് റൂട്ട് മാപ്പ് നോക്കിയാ പോകുന്നത്. വഴി തെറ്റാതെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എത്തിച്ചേരാം. ഈ ശരീരം വളരെ കുറച്ച് സമയത്തേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈശ്വരനെ അറിയണമെങ്കിൽ എന്ത് വേണം? അത് പഠിച്ച എന്ത് ടെക്നിക്കിലൂടെ അറിയാൻ പറ്റുന്ന നമുക്ക് ഒരാള് പറഞ്ഞു തരണം. അല്ല, ഗുരു ഇല്ലാതെ നമുക്ക് ഒരു കാര്യങ്ങൾ, ഏത് വിദ്യയാണെങ്കിലും ABCD എഴുതണമെങ്കിൽ പോലും ഒരാള് കൈപിടിച്ച് കുഞ്ഞുങ്ങൾക്ക് ആദ്യം എഴുതി കൊടുക്കും. ഹരി ശ്രീ ഗണപതേ നമ, ഇതിങ്ങനെ എഴുതൂ, അല്ലെ? അപ്പൊ നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ മുമ്പേ പോയ ആരെങ്കിലും ഒരാൾ വേണം. ഇപ്പൊ അനേക ആളുകൾ നടന്ന വഴിയാണ് ഗുരുപരമ്പര എന്ന് പറയുന്നത്. അതിലൂടെ നടന്നാല് എളുപ്പത്തിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അപ്പൊ അറിവെന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. എന്താണ്? പരാവിദ്യ, അപരാവിദ്യ, അല്ലെ? അപ്പോ ശരിക്കും പറഞ്ഞാൽ അപരാവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? നോളജ് ഓഫ് ദ ഓബ്ജക്ട്സ്. പരാവിദ്യ എന്ന് പറഞ്ഞാൽ നോളജ് ഓഫ് ദ സബ്ജക്ട്. നമ്മൾ എന്താ ത്രിപുടി എന്ന് പറയുന്നത്? സബ്ജക്ട്, ഓബ്ജക്ട്, ഇത് രണ്ടും തമ്മിൽ അറിയുന്ന നോളജ്.
അപ്പൊ ഈ അപരാവിദ്യ എന്ന് പറയുന്ന ഈ പറയുന്ന ഭൗതിക കാര്യങ്ങള്, ഈ മെറ്റീരിയൽ വേൾഡിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് അപരാവിദ്യ. പരാവിദ്യ എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ്, ദൃക്കിനെ കുറിച്ചുള്ള, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ സത്യത്തെ കുറിച്ചുള്ള അറിവിനെ നമ്മൾ പരാവിദ്യ എന്ന് പറയുന്നു. ഇപ്പൊ ഭൗതികമായിട്ട് നമ്മൾ LKG മുതൽ PhD വരെ അധ്യാപകര്, ഗൈഡ് ഒക്കെ വേണം. എന്നാൽ മാത്രം ഈവൻ PhDക്ക് പോലും നമ്മൾ പറയും ഒരു ഗൈഡ് ഉണ്ടെന്ന്. എന്താ കാര്യം? ആ ഗൈഡ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഏതാണ് PhD കിട്ടണ, ഡോക്ടറേറ്റ് കിട്ടണമെങ്കിൽ ഒരു ഗൈഡിന്റെ സഹായത്തോടു കൂടി ഇതെല്ലാം ശരിയാണോ അവര് നോക്കിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ അതുപോലെ പരാവിദ്യക്ക് ആ ഒരു പ്രിപ്പറേഷൻ ഓഫ് ദ മൈൻഡ് ആവശ്യമാണ്. മനസ്സ് ആ ഒരു പ്രിപ്പയർ ചെയ്യണം, അല്ലാതെ മനസ്സുകൊണ്ട് അവിടെ എത്തിച്ചേരേണ്ടത്. അപ്പൊ ആ ഒരു പ്രീ റിക്വസിറ്റ്സ് ഉണ്ടായിരിക്കും അതിന്. അപ്പൊ അതിനൊരു ഡിസിപ്ലിൻ വേണം, എത്തിക്സ് വേണം, ചില റിച്വൽസ് ചെയ്യേണ്ടതായിട്ട് വരും, ചില പൂജകള്, പ്രയേഴ്സ് അല്ലെ, ഒരു നല്ല സ്വഭാവം ഇല്ലെ, ഗുഡ് കോണ്ടക്ട് എന്നൊക്കെ പറയും. നമ്മൾ കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് കൊടുത്താലാണ് ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക. ഇതെല്ലാം തന്നെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നതാണ്. ഈ വിഷയങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നവരെ നമ്മൾ എന്താ പറയാ, പൂജാരിമാര്, പുരോഹിതൻ എന്നൊക്കെ പറയണുണ്ട്. ഇനി ഉപാസന തരുന്ന വ്യക്തിയാണ് നമ്മൾ അവിടെ ഗുരു എന്ന് പറയുന്നത്. ഇപ്പൊ കർമ്മഗുരു, ഉപാസനാ ഗുരു, ബോധക ഗുരു, ജ്ഞാനഗുരു, ഇങ്ങനെ പല പല ഗുരുക്കന്മാരുടെ കാറ്റഗറി ഉണ്ട്. നമ്മളല്ലേ ഗുരു അന്ന് ഇടയ്ക്ക് നമ്മൾ ഗുരുതത്വത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അത് കേട്ടായിരുന്നു. ജീവനെ നയിച്ച് മോക്ഷഗുരു എന്ന് പറയുന്ന ആൾ എന്താ ചെയ്യുന്നത്? മോക്ഷത്തിൽ എത്തിക്കുന്നു. ഇവരെല്ലാവരോടും ഒരു ജീവൻ കടപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മളെ തുടങ്ങുമ്പോൾ മുതല് നമ്മളെ നയിക്കുന്ന എല്ലാവരും നമ്മുടെ ജീവിതത്തില് നമുക്ക് കടപ്പെട്ടവരാണ്. അച്ഛൻ, അമ്മ, ഈ ശരീരം തന്നവര്, പ്രകൃതി, അല്ലെ, ഗുരുക്കന്മാര്, ഇവരോടെല്ലാം നമ്മൾ വളരെ വിനയപൂർവ്വം വേണം നമ്മൾ പെരുമാറാൻ. അല്ലെങ്കിൽ ഇവരുടെ ഒന്നും അനുഗ്രഹം നമുക്ക് കിട്ടില്ല. അപ്പൊ മോക്ഷ ഗുരുവിനെയാണ് നമ്മൾ സദ്ഗുരു അല്ലെങ്കിൽ ശ്രീ ഗുരു. ഇവിടെ എന്താ പറയുന്നത്? ശ്രീ ഗുരു പാദുകാഭ്യാം. അപ്പൊ നമുക്ക് മോക്ഷത്തെ തരുന്ന, ഇതിനകത്ത് ഒരുപാട് പ്രാവശ്യം ശങ്കര ഭഗവത്പാദർ മോക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? മോക്ഷത്തിൽ എത്തിക്കുന്ന ആള്, അതിനെയാണ് ശ്രീ ഗുരു അല്ലെ, സദ്ഗുരു. അപ്പൊ സദ്ഗുരു എന്നത് എന്താണ്? സത്തിനെ പരിചയപ്പെടുത്തുന്ന ഗുരു അല്ലെ, ദ ആബ്സല്യൂട്ട് ട്രൂത്ത് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്. എല്ലാ ഗുരുക്കന്മാരും സദ്ഗുരു അല്ല, ശ്രീ ഗുരു അല്ല. കാരണം ശ്രീ ഗുരുവിനെ പോലെ, അല്ലെങ്കിൽ ശ്രീ എന്ന് പറഞ്ഞാല് ബ്രഹ്മവിദ്യ അല്ലെ. ശ്രീം എന്നുള്ള അക്ഷരം എന്താ? ദേവിയുടെയാണ് അല്ലെ, മഹാലക്ഷ്മിയുടെ ബീജമാണ് ശ്രീം. ഷോഡശ വിദ്യയില് ഈ ഒരു ബീജം ചേർക്കുമ്പോഴാണ് പഞ്ചദശി ഷോഡശിയായിട്ട് മാറുന്നത്. അപ്പൊ ശ്രീം എന്ന് പറഞ്ഞാൽ എല്ലാ ഐശ്വര്യവും, അതിന്റെ അർത്ഥം എല്ലാ ഐശ്വര്യവും തികഞ്ഞ ഒരേ ഒരു വിദ്യയാണ് ബ്രഹ്മവിദ്യ, ആത്മവിദ്യ. അപ്പൊ ശ്രീ ഗുരുവിലെ ശ്രീ എന്താ കാണിക്കുന്നത്? അതിനെ തരുന്നത് ആത്മവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യയെ തരുന്നതാണ്. എന്തുകൊണ്ടാണ് ഗുരുവിന് ഒരു വ്യക്തി ജീവിതത്തിൽ പരമമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നത്? ഉദാഹരണത്തിന് ഒരു കുട്ടി അതിന്റെ വീട്ടിൽ നിന്ന്, അച്ഛനമ്മമാരിൽ നിന്ന് ഒന്ന് വിട്ടുപോയി എന്ന് വെക്കുക, ഒരു കാട്ടില് അല്ലെങ്കിൽ ഒരു നല്ല തിരക്കുള്ള നഗരത്തിൽ ഒറ്റപ്പെട്ടു പോയി. അപ്പൊ കുട്ടി കരഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു നടക്കും ഇല്ലേ. അപ്പോ എന്താ പറയാ, എന്റെ അച്ഛനെ കണ്ടില്ല, അമ്മയെ കണ്ടില്ല, കാണിച്ചു തരൂ എന്ന്. അപ്പൊ പലരും വരും. ആ കുട്ടിക്ക്, അയ്യോ കൊച്ചു കുട്ടിയല്ലേ, അതിന് ഭക്ഷണം കൊടുക്കും അല്ലെ, ചിലര് കളിപ്പാട്ടം കൊടുക്കും, അപ്പൊ ചിലര് താൽക്കാലിക സംരക്ഷണങ്ങൾ കൊടുക്കും. പക്ഷെ കുട്ടിക്ക് എന്താ, യഥാർത്ഥമായിട്ട് എന്റെ അച്ഛനും അമ്മയും വേണം. കുട്ടിയുടെ മനസ്സിൽ എന്താ ചിന്ത? എന്റെ അച്ഛനും അമ്മയും എപ്പോ കിട്ടും, എനിക്ക് എപ്പോ അവിടെ എത്തിച്ചേരാൻ പറ്റും അല്ലെ, എനിക്ക് എന്റെ വീട് വേണം, എന്റെ അച്ഛനും അമ്മയും വേണം. ഇത് കിട്ടിയാൽ മാത്രമേ കുട്ടിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. പക്ഷെ താൽക്കാലികമായിട്ട് കുട്ടിക്ക് പലതും കൊടുക്കും എല്ലാവരും, കൊച്ചുകുട്ടിയല്ലേ അല്ലെ. ഒരു വ്യക്തി ആ കുട്ടിയെ തന്റെ വീട്ടില് ആ അച്ഛനമ്മമാരുടെ അടുത്ത് എത്തിക്കുന്നെങ്കിൽ ആ വ്യക്തിയായിരിക്കും ആ കുട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഈ വ്യക്തിയാണ് നമ്മുടെ ഗുരു അല്ലെ. നമ്മളിനിയിപ്പോ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് എന്തൊക്കെ കിട്ടിയാലും നമ്മൾ വന്ന ഒരു വഴിയുണ്ട് അല്ലെ, ആ ഒരു ഈശ്വര സവിധം എന്ന് പറയുന്നത്. നമ്മളിനി ഇവിടെ എന്തൊക്കെ നമ്മൾ താൽക്കാലികമായിട്ട് നമ്മളെ സന്തോഷിപ്പിച്ചാലും നമ്മളെ അവിടെ എത്തിക്കുന്ന ആ വ്യക്തിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് വ്യക്തി. ആ വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നമ്മൾ ജീവന്മാരാണ് ഇല്ലേ, നമ്മൾ പരബ്രഹ്മ സ്വരൂപികളാണ്, നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഈ സംസാരമാകുന്ന കാട്ടില്, ഇല്ലെങ്കിൽ ഈ സംസാര സമുദ്രത്തില് നമ്മൾ വീണ് പതിച്ചു കിടക്കുകയാണ്. അപ്പൊ കാട്ടിലെ വഴി അറിയാതെ നമ്മൾ ഉഴലുകയാണ്. അപ്പൊ ജീവൻ ശിവനാണ് എന്ന് അറിയത്തില്ല അല്ലെ. ഈ ശിവനാണ് നമ്മുടെ ഉള്ളിൽ ജീവനായിട്ട് വന്നത് അല്ലെ. ആ ഒരു ശ്രീചക്രം ശിവയോർ വപുഹു എന്ന് ശ്രീചക്രം പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ ശരീരം ശിവനാണ്, ഇതിനകത്തിരിക്കുന്നത് ശക്തിയാണ്. അപ്പൊ അതുവരെ നമുക്കറിയില്ല. അപ്പൊ ഈ ദുഃഖിച്ച് കഴിയാണ് നമ്മൾ. ശിവൻ എവിടെയോ ഇരിക്കണു അല്ലെ, എനിക്ക് ആരുമില്ല, എനിക്ക് അമ്മയില്ല, അച്ഛനില്ല, ശിവൻ ഞാൻ തന്നെയാണെന്ന് അറിയാതെ ദുഃഖിച്ചിരിക്കാൻ ആ ദുഃഖത്തിൽ നമ്മൾ ഉഴലുകയാണ്. അപ്പോ
എന്താ പറയാ, ആ സത്യത്തെ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ സത്യത്തെ, നിങ്ങളുടെ അച്ഛനെയും അമ്മയും യഥാർത്ഥ ഇറ്റേണൽ ഫാദർ ആൻഡ് മദർ അല്ലെ, അവരെ കാണിച്ചു തരുന്ന വ്യക്തിയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. സമർത്ഥ് രാംദാസ് തന്റെ ഗ്രന്ഥത്തിലെ സദ്ഗുരുവിന്റെ നിർവചനം പറയുന്നത് ഇങ്ങനെയാണ്: ജീവൻ എന്നത് ഈശ്വരനിൽ നിന്ന് വിട്ടുവന്നതാണ്. ഇത് എന്താ പറയാ, ഈ ജീവഭാവം ഉള്ളിടത്തോളം കാലം ദുഃഖവും ഭയവും ഉണ്ടാകും. ഈ ജീവനെ തിരിച്ച് പരമാത്മാവിൽ ചേർക്കുന്ന വ്യക്തിയാണ് ഗുരു. നമുക്കറിയാം അല്ലെ, ആ ഒരു ശിവാജിയുടെ ഗുരുവാണ് സമർത്ഥ് രാംദാസ്. അദ്ദേഹം എഴുതിയതാണിത്. ശങ്കര ഭഗവത് പാദർ പറയണു, ആത്മവിദ്യക്ക് മാത്രമേ നമുക്ക് ആ ഒരു ഭയപ്പാടിൽ നിന്ന്, ആ ഒരു ഭയത്തിൽ നിന്ന് ഭയമില്ലായ്മ നൽകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അത് കൊടുക്കുന്ന വ്യക്തിയെ നമ്മൾ ശ്രീ ഗുരു, സദ്ഗുരു എന്ന് പറയുന്നു. നമുക്ക് ജന്മം തരുന്നവരാണ് നമ്മുടെ അച്ഛനമ്മമാര്. എന്നാൽ ജന്മവിച്ഛേദനം നടത്തി വീണ്ടും ഗർഭവാസത്തെ ഇല്ലാതാക്കുന്ന ആ ഇരുളടഞ്ഞ ഗുഹയിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് ഗുരു തരുന്നത്. പുനരഭിജനനം, പുനരഭിമരണം, ഈ ചക്രത്തിൽ നിന്നുള്ള മോചനം ഇല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപാര മഹിമ ഗുരു മഹിമ. ഗുരുവിന്റെ മഹത്വത്തിന് കാരണം ഇതാണ്. അപ്പൊ ഗുരു ആരായിരിക്കണം? ഒരു ശ്രോത്രിയനായിരിക്കണം, ബ്രഹ്മനിഷ്ഠനായിരിക്കണം. ഇത് കാണിച്ച് തന്റെ ശിഷ്യർക്ക് അത് കാണിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആളായിരിക്കണം. എത്ര പേരത് സ്വീകരിക്കുന്നു ഇല്ലയോ എന്നുള്ളതല്ല. അപ്പൊ അകാമനായിരിക്കണം. കാമങ്ങൾക്ക് യാതൊരു പ്രാധാന്യമില്ല. നമ്മുടെ ശിഷ്യന്മാരിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കേണ്ട. അവരുടെ കാരുണ്യം, അവര് നന്നായിട്ട് വരണം അല്ലെ. നിഷ്കാമത മാത്രമുള്ള വ്യക്തിയാണ് ഗുരു. പാണ്ഡിത്യം മാത്രം പോരാ, നിത്യ സാധന ഉണ്ടായിരിക്കണം. ഇപ്പൊ തുളസീദാസ് തന്റെ ഇഷ്ടദേവനായിരിക്കുന്ന രാമനെ കുറിച്ച് പാടുന്നതിന് മുമ്പ് തന്റെ മനസ്സാകുന്ന കണ്ണാടിയെ ശ്രീഗുരുവിന്റെ പാദധൂളികൾ കൊണ്ട് തുടച്ച് വൃത്തിയാക്കണം എന്ന് തുടക്കത്തിൽ പറയണു അല്ലെ. വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഹനുമാൻ ചാലിസയില് ശ്രീ ഗുരു ചരണ സരോജ രജത് നിജ മന മുകുരു സുധാരി. എന്റെ മനസ്സാകുന്ന ദർപ്പണത്തെ ശ്രീഗുരുവിന്റെ പാദധൂളികൾ കൊണ്ട് തുടയ്ക്കണം. അവിടെ മാത്രമേ എന്റെ ഭഗവാനായിരിക്കുന്ന രാമനെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ എന്താ പറയാ, ഭഗവാനും ഗുരുവും ഒന്നാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് ഗുരു കാണിച്ചു തരണം ഈശ്വരനെ. വേറെ ആരും നമുക്കില്ല കാണിച്ചു തരാനായിട്ട്. അപ്പൊ ഗുരു എന്നാൽ എന്താ, യാതൊന്നും പ്രതീക്ഷിക്കാതെ ആ അൺകണ്ടീഷണൽ ലവ് എന്നാണ് നമുക്ക് ഗുരുവിന് പറയേണ്ടത്. സദ്ഗുരുവിനെ പോലെ ആർക്കും സ്നേഹിക്കാൻ സാധ്യമല്ല. കാരണം നമ്മുടെ ആത്മാവ് തന്നെയാണ് മറ്റുള്ളവരിലും എന്ന് അറിഞ്ഞ് നമുക്കത് പറഞ്ഞു തരുന്ന ആ ഉറച്ച വ്യക്തിയാണ് ഗുരു. ജന്മാനന്ദ സ്വാമികൾ പറയും കണ്ണാടി പോലെയാണ് ഗുരു എന്ന്. എന്താ കണ്ണാടി പോലെ? ഇറ്റ് റിഫ്ലെക്ട്സ് എവറിത്തിങ് ആൻഡ് ഇറ്റ് കീപ് നത്തിങ്. കണ്ണാടി എന്ന് പറഞ്ഞാൽ എല്ലാം റിഫ്ലക്ട് ചെയ്യും. അതിലൊന്നും ഒരു പ്രതിബിംബം വരുന്ന എന്തോ അതിനെ റിഫ്ലക്ട് ചെയ്യുന്നു. അതൊന്നും കീപ്പ് ചെയ്യാറില്ല, അതിലൊന്നും തങ്ങി നിൽക്കാറില്ല. അതുപോലെയാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോ ആ സ്നേഹമാണ് ശിഷ്യന്റെ ഉള്ളിൽ തട്ടുന്നത്. ഗുരുവിൽ നിന്ന് ആ പുകഴ്ത്തലുകൾ പ്രതീക്ഷിക്കരുത്. കാരണം എന്താ? കാരണം വിമർശനങ്ങൾക്ക് മാത്രമേ ഒരു വ്യക്തിയെ പരിഭാഗപ്പെടുത്താൻ പറ്റുള്ളൂ. കാരണം ഇവിടെ നമ്മുടെ വീക്ക്നെസ്സുകളിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരേണ്ടത്. നമ്മൾ എന്തിലാണോ വീക്കാവുന്നത് അവിടെ തന്നെയായിരിക്കും നമുക്ക് വഴക്ക് കിട്ടുക അല്ലെ. അവിടുന്ന് നമ്മളത് പുറത്തു വരണം. അപ്പൊ അതിനെ കരകയറ്റണം. അതാണ് ഗുരു നമുക്ക് ചെയ്യുന്നത്. കാറ്റും മഴയും വെയിലും കൊണ്ട് കിട്ടുന്ന ആ കിടക്കുന്ന ഒരു കല്ല് ഒരു ശില്പിയുടെ കയ്യിൽ കിട്ടിയാൽ എന്താ ചെയ്യുക? വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം മുറിച്ച് കല്ലെന്ന് പറഞ്ഞാൽ റോഡിൽ ഒരു കല്ല് കിടക്കും അല്ലെ. ആ കല്ലിന് നമുക്ക് എന്ത് വിലയാ കൊടുക്കുന്നത്? ആരും അതിനെ ശ്രദ്ധിക്കാറ് പോലും ഇല്ല. അതേസമയം ഒരു ശില്പിയുടെ കയ്യിൽ ആ കല്ല് കിട്ടുമ്പോ എന്താ ചെയ്യുന്നത്? അദ്ദേഹം തന്റെ ആ ചുറ്റികയും ഉളിയും വെച്ച് വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം മുറിച്ചു മാറ്റും അല്ലെ. അവസാനം എന്താ വരുന്നത്? അതിമനോഹരമായിരിക്കുന്ന ഒരു ശില്പം അതിൽ നിന്ന് പുറത്തു വരും. ഇതാണ് ഗുരു നമുക്ക് ചെയ്യുന്നത്. അപ്പൊ ഗുരുപാദകം നമുക്ക് തരുന്നത് ആ ഫുൾഫിൽമെന്റ് ആണ്. അനേക ജന്മത്തിന്റെ പുണ്യ പ്രാപ്തി അല്ലെ, മനഃശാന്തി. ശരിക്കും അറ്റൈനിങ് ദ ഗോൾ ഓഫ് ലൈഫ്. നമ്മുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ലിബറേഷൻ, ആ മുക്തി തന്നതിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഇതാണ് ശരിക്കും നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഓരോ മനുഷ്യന്റെയും അവസാനത്തെ ഏത് ജന്മത്തിലും, അവസാന ജന്മമാവട്ടെ ഏത് ജന്മമാവട്ടെ, നമ്മുടെ ഹ്യൂമൻ ലൈഫിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അനേക ജന്മാർജിത പുണ്യപ്രാപ്ത മയാ ഗുരുരോ ജഗത പ്രതിഷ്ഠ യസ്യ പ്രസാദേന മനഃപ്രശാന്തം ബഹു ബഹു ബഭൂവമേതം ശിരസാ നമാമി കൃതജ്ഞതയാ ഹൃദിസ്ഥമേ വക്തും ന ശക്യ ഖലു യജ്ഞതോപി ഗുരുപ്രസീദ കൃപയാ വിദേഹി ത്വത്പാദഭക്തിയും പരമാൻ വിരക്തിയും. എന്താണ് ശരിക്കും പറഞ്ഞാല്, എന്താണ് ഈ ഒരു ഇത് വളരെ ചിന്മയ മിഷനിൽ പറയുന്ന ഒരു ഗുരു സ്തോത്രമാണിത്. ശരിക്കും നമ്മുടെ ആ ഒരു പ്രാർത്ഥന കൊണ്ട്, അനേക ജന്മത്തെ ആ പുണ്യം കൊണ്ട് എനിക്കിതാ ഒരു ഗുരുവിനെ കിട്ടിയിരിക്കണം. ഐ ഹാവ് അറ്റൈൻഡ് എ ഗുരു അല്ലെ. ആ ഗുരു എന്താണ്?
അദ്ദേഹം വളരെ ലോകപ്രസിദ്ധനാണ്, അല്ലെ? ആ ഒരു വേൾഡ് ഫേമസ് ആണ്. പക്ഷെ ആ അദ്ദേഹത്തിന്റെ ബ്ലെസ്സിങ് കൊണ്ട് എന്റെ മനസ്സിൽ പരമമായിരിക്കുന്ന ശാന്തി, എന്റെ മനസ്സ് ഇപ്പൊ സൈലന്റ് ആയി, അല്ലെ? എന്റെ മനസ്സ് ഇതുവരെ എന്തായിരുന്നു? ചഞ്ചലമായിരുന്ന മനസ്സ് നിശബ്ദമായി. ഐ പ്രോസ്ട്രേറ്റ് ടു ദാറ്റ് ഗുരുസ് ഫീറ്റ്, ഗ്രേറ്റ് ലോട്ടസ് ഫീറ്റ് ഓഫ് മൈ ഗുരു, അല്ലെ? എന്റെ മനസ്സില് എപ്പോഴും ആ ഗുരു പാദുകങ്ങൾ, എന്റെ ഗ്രാറ്റിറ്റ്യൂഡ്, എന്റെ നന്ദി ഞാനിതാ അങ്ങേക്ക് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ? ഐ കാണ്ട് എക്സ്പ്രസ് ഇൻ എനി എമൗണ്ട് ഓഫ് ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ വേർഡ്സ്. സോ ബ്ലെസ് മീ ഓ മൈ ഡിയർ സദ്ഗുരു, അല്ലെ? ആ ഒരു എന്താ പറയാ, ആ ഒരു ഒരു വലിയ ഡിവോഷൻ ആണ് ശരിക്കും പറഞ്ഞാല് ഗുരുവിന്റെ പാദങ്ങളോടുള്ളത്. സദ്ഗുരു, ആ ഗ്രേറ്റ് ഡിവോഷൻ, ഐ പ്രോസ്ട്രേറ്റ് ഓൺ യുവർ ലോട്ടസ് ഫീറ്റ് എന്നാ പറയുന്നത്. ഞാനിതാ നമസ്കരിക്കണു, എന്നെ രക്ഷിക്കൂ, അല്ലെ? ആ ലിബറേഷന് വേണ്ടി, പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ഗുരുപാദുകങ്ങളെ നമസ്കരിക്കുന്നു. പാ എന്ന് പറഞ്ഞാൽ എന്താ? പാതി, വിച്ച് പ്രൊട്ടക്ട്സ്. പാദുകം എന്ന് പറഞ്ഞാൽ പാതി. ഇന്നലെ നമ്മൾ കണ്ടു, അല്ലെ? ആ ഒരു സാധകനെ താപത്രയങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു, അല്ലെ? നമ്മൾ ഓം ശാന്തി 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 എന്തിനാ 3 പ്രാവശ്യം പറയുന്നത്? താപത്രയങ്ങൾ ഇല്ലാതിരിക്കാൻ. അപ്പോ ആ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ഡിസ്റ്റർബൻസ് എല്ലാം തന്നെ നമുക്ക് ഇല്ലാതാക്കുന്നത് നമ്മുടെ ഗുരുഭക്തി നമ്മളെ അത് രക്ഷിക്കുന്നു. ലൗകികമായ ജീവിതത്തിൽ അനേക കാമനകള്, ദുഃഖങ്ങളൊക്കെ വന്നു ചേരും. അവിടെ തന്റെ ആത്മജ്യോതിയെ ശക്തമായ കാറ്റിൽ നിന്ന് രക്ഷിക്കാൻ, അല്ലെ? അതിനെ അണയാതിരിക്കാൻ ആ ഒരു ഗുരുവിന്റെ അനുഗ്രഹം, ഗ്രേസ് ഓഫ് ഗുരു, അല്ലെ? അത് എനിക്ക് ആ ഗുരുപാദുക സ്മരണ കൊണ്ട് കിട്ടട്ടെ, എന്നെ രക്ഷിക്കട്ടെ. അപ്പൊ ബാഹ്യ വസ്തുക്കളിലേക്ക് മനസ്സ് പായുമ്പോൾ അതിന്റെ ഗതിയെ തിരിക്കേണ്ടത് ഗുരുപാദുകങ്ങളാണ്. അപ്പൊ ഗുരുമന്ത്രം വീണ്ടും വീണ്ടും ജപിക്കുക. എന്താ? ദുകാരം എന്ന് പറഞ്ഞാൽ എന്താ? ടു ബേൺ, കത്തിച്ചു കളയുക. എന്താണ് കത്തിക്കണമെന്ന് ചോദിച്ചാൽ കാമകർമ്മങ്ങൾ, അല്ലെ? കാമ്യമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ അവിദ്യ, അല്ലെ? എന്ന് പറഞ്ഞാൽ കാശത, ഇന്നലെ കണ്ടു, പ്രകാശിക്കുന്നത്, ടു ഷൈൻ. അപ്പൊ മലിന വികാരങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ എന്താ? ആ ട്രൂ സെൽഫ് എന്ന് പറയുന്ന ആത്മജ്യോതി അവിടെ പ്രകാശിക്കും, അത് മാത്രമായിട്ട് നിൽക്കും. അപ്പൊ പാതകം എന്നത് ഒരു സാധകനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ മീൻസ് ഓഫ് സറണ്ടർ ആണ്, അല്ലെ? ഗോൾ ആൻഡ് ഫുൾഫിൽമെന്റ്. എന്തിനു വേണ്ടിയിട്ട്? ടു ദാറ്റ് ഇറ്റേണൽ ട്രൂത്ത്. അപ്പൊ ആ ഒരു സ്പിരിച്വൽ സീക്കറിന്റെ ജീവിതത്തില് ഏറ്റവും പ്രധാനം വേണ്ടത് ഒരു സദ്ഗുരുവാണ്. ഈശ്വരന്റെ സ്തുതി എന്താ? ഈശ്വരനെ സ്തുതിക്കണമെങ്കിൽ മനസ്സ് വളരെയധികം ശുദ്ധമായിരിക്കണം. ആ ശുദ്ധത എങ്ങനെ വരണമെന്ന് ചോദിച്ചാല് ഈ ഗുരുവിനെ കീർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കും. അപ്പൊ ഭുക്തി മുക്തി പ്രദാത, അല്ലെ? നമ്മൾ എന്താ പറയുന്നത്? ഭുക്തി മുക്തി പ്രദാതാച തസ്മൈ ശ്രീ ഗുരവേ നമ. അപ്പൊ ഈ ജഗത്തില് ആ ശരീരത്തിൽ വെച്ച് തന്നെ ഭുക്തിയും മുക്തിയും ലഭിക്കുന്നത് ഈ ശ്രീ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പൊ ഈ ശ്രീ ഗുരു നമുക്ക് എന്തൊക്കെയാ തരണത്? ബലം, ബുദ്ധി, വിദ്യ, അല്ലെ? ഇത് മൂന്നും തരുന്ന ആ ഒരു ശ്രീ ഗുരുവിന്റെ പാദത്തില് നമുക്ക് നമസ്കരിച്ചുകൊണ്ട് ആ വിവേകം തരണം, അല്ലെ? അപ്പോ അത് എങ്ങനെയാണ്? ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അത് നാളെ മുതൽ നമുക്ക് എന്താണ് ആ ശ്ലോകം പറയുന്നത്? അനന്ത സംസാര സമുദ്രതാര നൗകായിദാഭ്യാം ഗുരുഭക്തിദാഭ്യാം, അല്ലെ? ആ ഗുരുഭക്തി എങ്ങനെയാണ് കൊണ്ട് നമുക്ക് എന്താ നേടുന്നത്? അനന്തമായിരിക്കുന്ന സംസാരത്തിനെ തരണം ചെയ്യാൻ നൗകയായിട്ട്, ഒരു ചെറിയ തോണിയായിട്ട് ഗുരുഭക്തി ഉണ്ടാകട്ടെ. വൈരാഗ്യ സാമ്രാജ്യത പൂജനാഭ്യാം. ഇത് നമുക്ക് ഈ ഒരു ആദ്യത്തെ ശ്ലോകം തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് തത്വങ്ങൾ നിറഞ്ഞതാണ്. നമുക്ക് ഇന്ന് ഇവിടെ നിർത്തിയിട്ട് നാളെ ഈ ശ്ലോകം എടുത്ത് പൂർണ്ണമായിട്ട് അതിന്റെ അർത്ഥങ്ങളിലൂടെ സഞ്ചരിച്ച് ആ ഗുരുപരമ്പരയുടെ പൂർണ്ണ അനുഗ്രഹം, അതിലൂടെ ആ ഈശ്വരനായിരിക്കുന്ന സാക്ഷാൽ അമ്മയുടെ അനുഗ്രഹം നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ നിർത്തുകയാണ്. നാളെ നമുക്കിത് തുടരാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.